ശ്രദ്ധ, ദുനിയാവിൽ വളരെ ചെറിയ ഒരു ശ്രദ്ധ നിങ്ങൾ കാണിച്ചാൽ നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് എത്ര വലിയ അത്ഭുതങ്ങളാണ്. ഒരു കണ്ണിനും കണ്ടു തീർക്കാൻ കഴിയാത്ത, ഒരു കാതിനും കേട്ടു തീർക്കാൻ കഴിയാത്ത, ഒരു ഹൃദയത്തിനും ആലോചിക്കാൻ കഴിയാത്ത വലിയ സൗഭാഗ്യങ്ങളാണ്. ദുനിയാവിലെ ചെറിയ കാല ആയുസ് 60-ന്റെ 70-ന്റെ ഇടയിൽ തീർന്നു പോകുന്ന ആയുസ്, ഈ ആയുസിൽ ഒരു ചെറിയ ശ്രദ്ധ ചെലുത്തിയാൽ, ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾക്കൊരൽപ്പം റാഹത്തുണ്ടായാൽ, നാണം മറയ്ക്കാനാണ് മനുഷ്യനോട് വസ്ത്രം ധരിക്കാൻ പറഞ്ഞത്. ഈ വസ്ത്രം ഒരൽപ്പം അള്ളാന്റെ പൊരുത്തത്തിനാക്കിയാൽ, എന്നെ കേൾക്കുന്ന കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരോട് നല്ല മാന്യമായ വസ്ത്രം ധരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. മാന്യമായ വസ്ത്രമെന്ന് ഞാൻ പറഞ്ഞത് നല്ല വെള്ളക്കന്തൂറയും അല്ലെങ്കിൽ തലയെക്കെട്ടലും കെട്ടണ വസ്ത്രമല്ല. അതെല്ലാവർക്കും യോജിക്കുന്നതല്ലല്ലോ. ഓരോരുത്തർക്കും യോജിക്കുന്ന വസ്ത്രമുണ്ട്. കച്ചവടക്കാരൻ നല്ല കന്തൂറെല്ലാം കെട്ടി തലയെക്കെട്ടലും കെട്ടി താടിലും വെച്ച് പോയാൽ ആള് പോയിട്ട് മസലേക്ക് ഉസ്താദേ, ഇമാമ് സലാം വീട്ടുന്നതിന് മുമ്പ് മൗമൂമ് സലാം വീട്ടിയാൽ എന്താ വേണ്ടേ? ഓമ്പരെ ഒന്നും വേണ്ട, വേഗം വണ്ടി കയറി പോയിക്കോളണം. കാരണം ഓനെ അറിയില്ലല്ലോ, കച്ചവടക്കാരനല്ലേ. ഇമാമ സലാം വീട്ടുന്നതിന് മുമ്പേ മൗമൂമ് സലാം വീട്ടിയാൽ ഓനൊന്നും അറിയില്ല, വേഗം സലാം വീട്ടിട്ട് പോയിക്കോളണം. അവ അറിയാത്തവനോട് വെച്ച് അങ്ങനെ ഉണ്ടാകുക. അതുകൊണ്ട് അറിയാത്ത പണിക്ക് നിൽക്കരുത്. അയാളോട് യോജിക്കുന്ന വേഷമുണ്ട്. നമ്മൾ ആജിയാറിലിട്ടണക്കത്തെ വേഷം. അള്ളാഹു ബർക്കത്ത്. നിങ്ങൾ അജിന് പോയിട്ടില്ലേ? പോയി ഇല്ല? അള്ളാഹു വളരെ പെട്ടെന്ന് ഹാജിയാക്കട്ടെ. ഹുസൈൻ ഹാജിന്ന് വിളിക്കല ഒരു സന്തോഷം. നിങ്ങൾ ഹുസൈൻ നല്ല പേര്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ പറയാൻ ഈ നാട്ടുകാർക്ക് ഒരു ആഫിയത്ത് പോരാ. അള്ളാഹുവേ വലിയ ബർക്കത്ത് കൊടുക്കണം റഹ്മാനെ, നല്ല സന്തോഷം നൽകണേ അള്ളാഹ്. അടുത്ത വർഷം തന്നെ പോകാൻ അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. നല്ല ഖൽബിൽ നല്ല തേട്ടുണ്ടാകണം. ഹജ്ജിന് പോകാൻ വേണ്ടി മനസ്സിൻ്റെ ഉള്ളിൽ നല്ല നിയത്ത് വേണം. പൈസ അല്ല അള്ളാഹ് തരും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എൻ്റെ ഉസ്താദുണ്ട്, കാടാച്ചർ ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. മഞ്ഞനാട് ഉസ്താദിൻ്റെ മരുമകൻ പുതിയാപ്പിള, എൻ്റെ ദർസ് പഠിപ്പിച്ച ഉസ്താദ്. അപ്പം ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങി UP-യിൽ പഠിച്ചിറങ്ങിയിട്ട് ദർസ് തുടങ്ങിയപ്പോൾ അവിടെ ഒരു സദർ ഉസ്താദ് ഉണ്ട്, പ്രായമുള്ള ഉസ്താദ്. ഇവിടുത്തെ സദർ ഉസ്താദിന് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സദർ ഉസ്താദ് പ്രായമുള്ള ഒരാളാണ്. ഞാൻ അവിടെ മുദരിസാണ്. അപ്പോൾ ഈ ഉസ്താദിന് വീട് കെട്ടണം. അപ്പോൾ നമ്മൾ ഉസ്താദ് കുറ്റിയടിക്കുന്ന ആളാണ്. വീടിന് കുറ്റിയടിക്കും. നല്ല ഫലക്കിൽ നല്ല കഴിവുള്ള ആളാണ്. അപ്പോൾ ഉസ്താദിൻ്റെ അടുക്കിലേക്ക് ബർക്കത്തുമായല്ലോ, കുറ്റിക്കാരനുമായി ബർക്കത്തും രണ്ടുമായി. അപ്പോൾ അതുകൊണ്ട് ഉസ്താദിന് ബർക്കത്തിൻ്റെ കുറ്റി മാത്രമല്ല, പ്ലാനിങ് എസ്റ്റിമേറ്റ് എല്ലാം കൊടുക്കും. അപ്പോൾ അങ്ങനത്തെ കുറ്റിയാണ്. അപ്പോൾ ഉസ്താദിൻ്റെ അടുക്കൽ ഉസ്താദ് തളിപ്പറമ്പിനപ്പുറം ദർസ് നടത്തുകയാണ്. അവിടെ പോയി അപ്പോൾ ഈ പ്രായമുള്ള ഉസ്താദ് പറഞ്ഞു, ഉസ്താദിനേക്കാൾ പ്രായമുണ്ട് മൂപ്പർക്ക്, ഉസ്താദ് ഞങ്ങൾക്കൊരു ചെറിയ വീട് കെട്ടണമെന്നും. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, വീട് കെട്ടുന്ന പിന്നെ ബെൽ തന്നെ കെട്ടിക്കൂടെ എന്ന് വെച്ച്. ചെറുതെന്തിനാ കെട്ടുന്ന, ബെൽ തന്നെ കെട്ടിക്കൂടെ? ഉസ്താദ് തമാശക്ക് പറഞ്ഞാണ്. അപ്പോൾ മൂപ്പര് പറഞ്ഞു, ഉസ്താദേ അതിന് പൈസ വേണ്ടേ നല്ലോണമെന്നും. അപ്പോൾ ഉസ്താദ് ഇയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് ചെറുത് കെട്ടാൻ പൈസ ഉണ്ടോന്ന് വെച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ചെറുത് കെട്ടാൻ പൈസ ഇല്ല. അപ്പോൾ ഉസ്താദ്, എന്നാ പിന്നെ ബെൽ തന്നെ കെട്ടിക്കൂടെ? ചെറുത് കെട്ടാൻ പൈസ ഇല്ലെങ്കിൽ പിന്നെ ബെൽ തന്നെ കെട്ടിക്കൂടെ? രണ്ടിനും പൈസ ഇല്ലല്ലോ. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഉസ്താദേ പിന്നെ പൈസ ഇല്ലാണ്ടെങ്ങനെ കെട്ടുക എന്ന് വെച്ചു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, നിങ്ങളടുത്ത് പൈസ ഇല്ലെങ്കിൽ എന്താ പൈസക്കാരനില്ലേന്ന് വെച്ചു. നിങ്ങളടുത്ത് പൈസ ഇല്ലെങ്കിൽ എന്താ പൈസക്കാരനില്ലേന്ന്. അപ്പം മൂപ്പർ വിചാരിച്ചത്, അന്ന് ഞാൻ ദർസ് നടത്തുന്ന ആ മഹലിൽ അവിടെ എല്ലാം കുറേ പൈസക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാം കൊടുക്കുന്ന ആൾക്കാർക്ക് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടാകാം പൈസക്കാരനില്ലേന്ന്. അപ്പോൾ ഉസ്താദിനോട് മൂപ്പർ പറയാണ്, പൈസക്കാരിലുണ്ട്, പക്ഷെ അവരിപ്പം നമുക്ക് തരുമോ ഉസ്താദേ എന്ന് വെച്ചു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, പൈസക്കാരല്ല പൈസക്കാരൻ അല്ലാഹ്. അല്ല ഇല്ലേന്ന്. അവരാരാ പൈസക്കാരാക്കീന്? അല്ല ഇല്ലേന്ന്. അല്ല ഉണ്ടെങ്കിൽ പേടിക്കുന്നത് വലിയ വരനെട്ടിക്കൂടെ? അതൊരു തവക്കുലാണ്. ഇയാൾ ചെറിയ വീടിൻ്റെ പ്ലാൻ, 2 റൂമിലുള്ള ചെറിയൊരു പ്ലാൻ ഉസ്താദ് ഫുള്ള് മാറ്റി വലിയ പ്ലാനാക്കി. ഇയാളെ കണ്ണുള്ളിപ്പോയി കുറ്റിയടിച്ച് 6 മാസത്തിനുള്ളിൽ പുര കൂടി. ഞാൻ ഈ അടുത്ത് വേദന പറ്റാൻ മുമ്പ് പുരയിലെ ഭക്ഷണം കഴിച്ച്. കുറേ കൊല്ലം മുമ്പത്തെ കഥയാണ് പറഞ്ഞത്, 20 കൊല്ലം മുമ്പത്തെ കെട്ടിയ പോരാ ഞാൻ ദർസ് തുടങ്ങിയ സമയത്ത്. അപ്പോൾ അത് ചില സ്വാലിഹ്യങ്ങളുടെ നാവിൻ്റെ പുണ്യമാണ്. അല്ലാഹു തആല ഉസ്താദുമാർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ.
പൈസ ഇല്ല വെച്ചിട്ട് പോകാൻ നിൽക്കണ്ട. മനസ്സിന്റെ ഉള്ളിൽ നല്ല ആശ വേണോ, കൽബിന്റെ ഉള്ളിൽ ആശ ഉണ്ടെങ്കിൽ പൈസ അല്ലാഹു തരും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ നമുക്കെല്ലാവർക്കും എല്ലാ സന്തോഷങ്ങളും അള്ളാഹു നൽകട്ടെ, എല്ലാ ബർക്കത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. കച്ചവടക്കാരന്റെ വസ്ത്രം ധരിക്കണം, പക്ഷെ ആ ധരിക്കുന്ന വസ്ത്രത്തിലുമുണ്ടൊരു മാന്യത. പണിയെടുക്കുന്നവൻ കൃഷിക്കാരന്റെ വസ്ത്രം ധരിക്കണം, പക്ഷെ ആ വസ്ത്രത്തിനുമുണ്ടൊരു മാന്യത. ചെറുപ്പക്കാരന്റെ വസ്ത്രം ധരിക്കണം. ചെറുപ്പക്കാരന്റെ വസ്ത്രവും അങ്ങനെ ഉണ്ടോ? ഉണ്ട്. ഉപ്പ ഇടുന്ന കുപ്പായം കുട്ടികൾക്ക് ഇടാൻ പറ്റില്ലല്ലോ. അപ്പൊ അവർക്ക് അവരുടെ ഒരു ഫാഷൻ ഉണ്ട്. പക്ഷെ മോനെ, ആ വസ്ത്രവും നിന്നെ നരകത്തിൽ കൊണ്ടുപോകുന്ന വസ്ത്രമാകാതെ നീ ശ്രദ്ധിക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇപ്പോൾ ട്രെയിനിൽ പോകാൻ വേണ്ടി ഭയങ്കര ഒരു ബേജാറാണ്. പ്രത്യേകിച്ച് ഫാമിലിനെല്ലാം കൂട്ടിയിട്ട് ട്രെയിനിലൊന്നും യാത്ര ചെയ്യാനേ പറ്റൂല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെന്താ അപകടം എന്നുകൊണ്ടല്ല, നമ്മൾ ഭാര്യയും കുട്ടികളെല്ലാം കൂട്ടി പോകുമ്പോൾ കണ്ടൻ ട്രൗസർ ഇട്ടിട്ടുണ്ടാവും അവിടെ ആളിരിക്കണത്. അവറത്ത് വെളിവാക്കിയിട്ട് ആളുകൾ ഇരിക്കണ്ടാവും. എന്തോ ചെയ്യുക, അവനോട് ട്രൗസർ ഫാൻ ഇടുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവന് ട്രൗസർ ഇടാൻ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ഒന്ന് ഇടാണ്ട് നടക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനത്തെ ലോകമല്ലേ. അതുകൊണ്ട് ഒരു ഫാമിലിനെ കൂട്ടിയിട്ട് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റൂല. കുട്ടികളെ കണ്ണു കൂട്ടാൻ പറ്റുമോ? അള്ളാഹു നമുക്ക് നല്ല ബുദ്ധി നൽകട്ടെ. എല്ലാവർക്കും അള്ളാഹു നല്ല ബുദ്ധി നൽകട്ടെ. ഞാൻ പറയണത് പക്ഷേ അത് ട്രെയിനിൽ പോകുന്നവനോട് പറയാൻ പറ്റാത്തതാണ്. പക്ഷെ നമ്മുടെയൊക്കെ നാടുകളിൽ, നമ്മുടെയൊക്കെ വീടുകളിൽ കണ്ടൻ ട്രൗസർ ഇട്ട് നടക്കുന്ന കുട്ടികൾ കൂടി വരുന്നുണ്ട് എന്നത് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സംസ്കാരമല്ല എന്ന് മാത്രമല്ല, ഔറത്ത് കാണിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങൾ നീ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നീ നാട്ടുകാർക്ക് നരകം സമ്മാനിക്കുകയാണ്. അവർ നിന്റെ ഔറത്തിലേക്ക് നോക്കൽ. മോനെ, മുട്ടുപൊക്കലിന്റെ ഇടയിൽ പുരുഷന്മാരെ ഔറത്താണ്. ഔറത്ത് വെളിവാക്കുന്ന നിലക്ക് നീ ട്രൗസർ ഇട്ടിട്ട് നടക്കുന്നത് അതേറ്റവും വലിയ അദബുകേടാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി വീട്ടിൽ തന്നെയാണെങ്കിൽ ജേട്ടന്റെ ഭാര്യ ഉണ്ടാകും, മറ്റുള്ളവർ പലതും ഉണ്ടാകും. അവിടെയും പൂർണ്ണമായ ഔറത്ത് മറക്കാതെ നടക്കുന്നത് തികഞ്ഞ അശ്ലീലമാണ്, തികഞ്ഞ ആഭാസത്തരമാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, അതുമാത്രമല്ല, നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുന്ന ചെറുപ്പക്കാരൻ ആ സമയത്തെങ്കിലും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നല്ല തൊപ്പി ധരിച്ചിട്ട്, വേണ്ട പോക്കറ്റിൽ വെക്കുക, എന്നിട്ട് തൊപ്പി ധരിച്ചിട്ട് ആ നിസ്കരിക്കണ സമയത്ത് എടുത്ത് തലയിൽ വെക്കാം. അല്ല, ചില ആളുകൾ ടവല് കെട്ടും, അതെടുത്തിട്ട് തലയിൽ വെക്കുക. ഷെയ്ഖ് ശുഐബ് ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, നമ്മുടെ ജലാലിയന്റെ ഷെയ്ഖാണ്, വഫാത്തായി പോയി. അല്ലാഹുവേ ദറജേറ്റി കൊടുക്കണേ അല്ലാഹ്. അവിടെ ഹളറത്തിൽ കാഞ്ഞങ്ങാട് അവിടുത്തെ വീട്ടില് ഒരിക്കൽ ഒരു മജ്ലിസിന് പോയപ്പോൾ ഒരു സയ്യിദിന്റെ കൂടെ ഒരാൾ വന്നു. ഒരു ഇപ്പി മുടിയല്ലായ ഒരു ചെറുപ്പക്കാരൻ, അല്ല സ്റ്റൈലുള്ള ഒരു ചെറുപ്പക്കാരൻ. ഓ വന്ന് കൈ കൊടുത്തു. ഒരു കൈ കൊടുത്തില്ല. എന്റെ തലയിൽ തൊപ്പി ഇടണമെന്ന് വെച്ചു. തൊപ്പി എവിടെ? അപ്പോ ഓനാകെ പരിങ്ങി. അപ്പൊ വേറൊരുത്തനോട് തൊപ്പി വാങ്ങി തലയിലിട്ട് കൊടുക്കണമെന്നു. ആ തൊപ്പി ഓനെ കൊടുക്കും. ഒരു തമിഴ് കലങ്ങിയ മലയാളത്തിലാ പറയാം, തമിഴാണ്. ഇവിടെ ഏർവാടിയിലെ ഒരു നാട് കിളക്കര. ഞാൻ പറയുന്നത്, എന്നിട്ട് മൂപ്പര് പറഞ്ഞു, എനിക്ക് ഭാഷയിൽ PhD എടുത്ത ആളാണ് ഞാൻ ഡോക്ടറാണ്, PhD എടുത്ത ആളാണ്. ഞാൻ അമേരിക്കയിൽ പോയിട്ടുണ്ട്, പല രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്, ഇതുവരെ തലയൊക്കെ അയച്ചു വെച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തൊപ്പി ധരിക്കണ്ടെങ്കിൽ വേണ്ട, ഒരു പോക്കറ്റിലിട്ടിട്ട് ഒരു സദസ്സിലെത്തുമ്പോൾ അത് തലയിലിടാലോ, നിസ്കരിക്കാൻ കയറുമ്പോൾ ഇടാലോ. തലയിൽ തൊപ്പി വെക്കാത്ത മക്കളൊന്നും ഇടുന്നല്ലേ ഞാനിത് പറഞ്ഞ മൊത്തത്തിൽ പറഞ്ഞതാണ്. അല്ലാഹു നമുക്കെല്ലാം നല്ല ഖൈറും തൗഫീഖും നൽകട്ടെ. തൊപ്പിയിടാണ്ട് വന്ന് ഇരുന്നിട്ട് ഈ ഉസ്താദിന്റെ മുമ്പിൽ കുടുങ്ങിയെന്ന് വിചാരിക്കല്ലേ. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞതല്ല, മൊത്തത്തിൽ ഞാൻ പറഞ്ഞതാ. നമ്മൾ പോക്കറ്റ് അത് വെക്കണം, നമുക്ക് ആവശ്യമുള്ള സമയത്ത് ധരിക്കാമല്ലോ, സുന്നത്ത് നഷ്ടപ്പെടുത്തണ്ടല്ലോ. ഇനി ഒന്നുകൂടി ഞാൻ പറയാം, പുതിയ സംവിധാനം ഉപയോഗിച്ച് ഇറുകിയ ടീഷർട്ട് ധരിച്ചിട്ട്, ഇറുകിയ ഒരു ഷർട്ടും ധരിച്ചിട്ട് താഴെയുള്ള ഒരു പാന്റും ധരിച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ മുട്ടുപൊക്കിളിന്റെ ഇടയിൽ ഒറ്റ തുണി കൊണ്ട് മറക്കൽ നിസ്കാരത്തിന്റെ ഷർത്തിൽപ്പെട്ടതാണ്. മുട്ടുപൊക്കിലിന്റെ ഇടയിൽ ഒറ്റ തുണി കൊണ്ട് മറക്കാന്നുള്ള ഷർത്തിൽപ്പെട്ടതാണ്. ഇനി ബനിയനിലിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെയും ചിലയാൾ അതും ധരിക്കൂല. അപ്പൊ ഇട്ടിരിക്കുന്ന ഫാന്റ് താഴോട്ടും ഇട്ടിരിക്കുന്ന ബനിയൻ അല്ലെങ്കിൽ ഷർട്ട് ടീഷർട്ട് മേലോട്ടും വന്നാൽ റുകൂഇന്റെയും സുജൂദിന്റെയും സമയത്ത് അവന്റെ ഔറത്ത് വെളിയിലാണ്, നിസ്കാരം ഫസാദാണ്. ഷർത്തില്ലാത്ത നിസ്കരിക്കൽ ഹറാമാണ്.
ഇപ്പൊ നിസ്കാരം നിസ്കരിച്ച വകയിൽ കൂലിയല്ല ലഭിക്കുന്നത്. വുളൂഇല്ലാതെ നിസ്കരിക്കുന്ന കുറ്റം പോലെ നമ്മൾ ഔറത്ത് മറക്കാതെ നിസ്കരിച്ചാൽ, ഔറത്ത് മറക്കാതെ നിസ്കരിക്കാമോ, ആ നിസ്കരിച്ച കുറ്റം കൂടി ഇവന്റെ പെരടിയിൽ എഴുതപ്പെടുകയാണ്. എന്താണ് അതിന്റെ പരിഹാരം? നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോഴെങ്കിലും അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ഒരൽപ്പം മാന്യമായ വസ്ത്രം ധരിക്കലാണ്, ഇറക്കം കൂടിയ വസ്ത്രം ധരിക്കലാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പെണ്ണുങ്ങളോട് ഞാൻ പറയുന്നു, ഹസനായ ദാത്തിൽ ജമാലി ഫഇന്നനി അഖ്ശാ അലൈകി മിനൽ ഖബീസിൽ മുജ്രിമി ലാ തഅദിലി ഹാദൽ ജമാല അലൽ ബറാ ഇല്ലാ ലിസൗജിൻ ഔ ഖരീബിൻ മഹ്റമി. അത്യാവശ്യം സ്റ്റൈലുണ്ട് എന്ന് തോന്നുന്ന പെണ്ണേ, ഹസനാത്തിൽ ജമാൽ. മൂടുബദ്രിയിലുള്ള നമ്മുടെ നാട്ടിന്റെ പേരെന്താണ്? ഉച്ചമുഖർ. ഈ നാട്ടിലുള്ള സഹോദരിമാരെ, പരിസരത്തുള്ള സഹോദരിമാരെ, 2 ദിവസം വാല് വെച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് പറയണ്ട. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. കൽബിന്റെ ഉള്ളിലാണ് ഫർദ വേണ്ടത്. കറുത്ത തുണി കൊണ്ട് മൂടിയത് കൊണ്ട് മാത്രം ഈമാൻ സംരക്ഷിക്കപ്പെടില്ല എന്നു മാത്രമല്ല, കോളേജിൽ പോകുന്ന മക്കളായാലും, സ്കൂളിൽ പഠിക്കണ മക്കളായാലും, കല്യാണത്തിന് പോകുന്ന മക്കളായാലും ഔറത്ത് മറക്കാതെ വെളിയിലിറങ്ങരുത്. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ പൈസ ചെലവാക്കുന്നത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കാണ്. ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ പെണ്ണുങ്ങൾക്ക് പൈസ വേണ്ടത് ഫാൻസി ഡ്രസ്സ് വാങ്ങാനാണ്, ഫാൻസി ആഭരണങ്ങൾ വാങ്ങാനാണ്. ഫാൻസി കടക്കാരനോട് വെറുപ്പ് പിടിക്കരുത്. ഫാൻസി ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം പെണ്ണുങ്ങൾ പൈസ ചെലവാക്കുന്നത്. ഇതൊരു വലിയ വിഷയമാണ്. എന്നിട്ട് ആളുകളെ മുമ്പിൽ അടിച്ചു പൊളിച്ച് നടക്കാണ്. അതുകൊണ്ട് മഹാന്മാരുടെ ഭാഷയാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. സ്റ്റൈൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൗന്ദര്യം തന്നു എന്ന് തോന്നുന്ന പെണ്ണേ, നീ ആക്രമിക്കപ്പെട്ടു പോകുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. നീ വഴിതെറ്റിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. നിന്റെ സൗന്ദര്യം നിന്നെ നഷ്ടപ്പെടുത്തി കളയുമോ, നിന്റെ ഈമാൻ തകർത്ത് കളയുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ലാ തഅരിലി ഹാദൽ ജമാല അലൽ വറാ ഇല്ലാ ലിസൗജിൻ ഔ ഖരീബിൻ മഹ്റമി. ഇതാ നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾ വേറൊരാളുടെ മുമ്പിലും പ്രദർശിപ്പിക്കല്ല. നിങ്ങളുടെ ഭർത്താവിന്റെ മുന്നിൽ നിങ്ങളുടെ ശരീര സൗന്ദര്യം നിങ്ങൾക്ക് പ്രകടിപ്പിക്കാവുന്നതാണ്. നിങ്ങളെ സാധാരണ വസ്ത്രം ധരിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ തൊട്ടാൽ വുളൂ മുറിയാത്ത ബാപ്പ ആങ്ങളമാരെ പോലുള്ളവരുടെ അടുക്കൽ നിങ്ങൾക്ക് സാധാരണ വസ്ത്രവും ധരിക്കാവുന്നതാണ്. അതല്ലാത്ത അന്യപുരുഷന്മാര് കാണുന്ന ഇടം എവിടെയുണ്ടോ അവിടെ മുഴുവനും പെണ്ണ് ഔറത്താണ്. പെണ്ണിന്റെ ശരീരം മുഴുവനും മറക്കേണ്ടതാണ്. ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. ഓ നബിയെ, അങ്ങയുടെ ഭാര്യമാരോടും അങ്ങയുടെ പെൺമക്കളോടും ഈമാനുള്ള ചെറുപ്പക്കാരന്റെ ഭാര്യമാരോടും പറയൂ നബിയേ, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ മുഖമടക്കം അവര് മറക്കട്ടെ നബിയേ. മാർക്കറ്റിൽ പോയി സാധനം വാങ്ങി വരുന്ന ഒരു പെണ്ണ്, മാർക്കറ്റിൽ പോയി സാധനം വാങ്ങി വരുന്ന ഒരു പെണ്ണ്, ഒരു ചരിത്രമാണ്. ആ പെണ്ണിന്റെ പിന്നാലെ ഒരാൾ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. മാർക്കറ്റ് എന്ന് വരുമ്പോൾ എന്തോ കാര്യമായ അവശ്യ നിർവഹണത്തിന് വേണ്ടി മാർക്കറ്റിലെത്തിയ പെണ്ണ്
ഔറത്ത് പൂർണ്ണമായി മറച്ചിരിക്കുന്ന പെണ്ണ്. ആ പെണ്ണിന്റെ പിന്നാലെ ഒരാൾ ഇങ്ങനെ കൂടുകയാണ്. ആ പെണ്ണ് മെയിൻ റോട്ടിൽ നിന്ന് ഇടവഴിയിലേക്ക് കയറിയപ്പോൾ അയാളും കയറി. പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു കറങ്ങിയപ്പോൾ അയാളും കറങ്ങി. അവസാനം അവളുടെ വീട്ടിന്റെ ഗേറ്റിന്റെ ഉള്ളിലേക്ക് അവള് കടക്കുമ്പോൾ പിന്നാലെ കടക്കാൻ ശ്രമിക്കുന്ന മനുഷ്യനോട് ഇവള് ചോദിക്കാണല്ല, എന്തിനാണ് നിങ്ങൾ എന്റെ പിന്നിൽ കുറെ സമയം ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്നു? എന്താണ് നിങ്ങളെ ആവശ്യം? അപ്പൊ ഈ വരുന്നയാള് പറയുന്നു, നിങ്ങളെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി ഞാൻ നിങ്ങളെ പിന്നാലെ കൂടിപ്പോയതാണ്. നിങ്ങളെ സ്റ്റൈല് കണ്ട് ഞാൻ നിങ്ങളെ പിന്നാലെ കൂടിപ്പോയതാണ് എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് പറയുന്ന, സുബ്ഹാനല്ലാഹ്, എന്റെ സൗന്ദര്യം ഞാൻ മുഴുവനും മറച്ചിട്ടുണ്ടല്ലോ. എന്റെ ഏതു ഭാഗമാണ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടത്? അപ്പൊ ഇയാള് പറയുന്ന, നിങ്ങളുടെ 2 കണ്ണാണ്. നിങ്ങളെ 2 കണ്ണ്, നിങ്ങളൊരാളെ നോക്കുമ്പോൾ ഞാൻ നിങ്ങളെ നോക്കിയതാണ്. മാർക്കറ്റിൽ നിന്ന് നിങ്ങളെ കണ്ണ് കണ്ടതാണ്. നിങ്ങളെ കണ്ണിന്റെ തിളക്കം എന്റെ മനസ്സൊന്നും ആയുന്നില്ല. ആ തിളക്കമുള്ള കണ്ണുകളാണ് എന്നെ നിങ്ങളെ പിന്നാലെ ഇവിടം വരെ എത്തിച്ചത്. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളോട് താല്പര്യമുണ്ടെന്ന് ഇയാൾ തുറന്നങ്ങ് പറഞ്ഞപ്പോൾ ഈ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഞാനിപ്പോൾ വരാം. വീട്ടിന്റെ ഉള്ളിലേക്ക് പോയിട്ട് സുബ്ഹാനല്ലാഹ് ഒരു കത്തിയെടുക്കുന്ന ആ പെണ്ണ് ചെയ്ത പ്രവർത്തനം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട പെണ്ണ്. അവര് പറയുന്ന, അല്ലാഹ്, ഇന്ന് വരെ എന്റെ ഓർമ്മ ഉറച്ചത് മുതൽ എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗവും നീ പൊരുത്തപ്പെടാത്ത നിലക്ക് പ്രദർശിപ്പിക്കപ്പെട്ടിട്ടില്ല. അല്ലാഹ്, നിന്റെ പൊരുത്തമല്ലാതെ എന്റെ കൽബിൽ ഇന്ന് വരെ കയറിയിട്ടില്ല. അല്ലാഹ്, ഒരവശ്യ നിർവഹണത്തിന് മാർക്കറ്റിൽ പോയപ്പോൾ ഞാൻ കണ്ട കണ്ണ് കണ്ടു എന്നാണ് ഒരാൾ പറയുന്നത്. എന്റെ കണ്ണിനെ ആകർഷിച്ചിട്ട് അയാൾ വീട്ടിന്റെ മുറ്റത്ത് നിൽക്കുകയാണല്ലോ. നാളെ നിന്നെ നോക്കാനുള്ളതാണ് എന്റെ കണ്ണ്, നിന്നെ കാണാനുള്ളതാണ് എന്റെ കണ്ണ്. നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള അമ്പിയാക്കളിലേക്ക് നോക്കാനുള്ളതാണ് എന്റെ കണ്ണ്. ആ കണ്ണിന്റെ ശരീരത്തിലുള്ളതിനാൽ എനിക്ക് നിന്റെ ലിഖാ നഷ്ടപ്പെട്ടുകൂടാ. അതുകൊണ്ട് എന്റെ ശരീരത്തിൽ നിന്ന് ഹറാമായ നിലക്കൊരാളെ നോട്ടം പതിയാൻ കാരണമായ എന്റെ തിളക്കമുള്ള കണ്ണെനിക്ക് വേണ്ട. കണ്ണ് കുത്തി പൊട്ടിച്ചൊരു പാത്രത്തിലിട്ട് വീട്ടിലുള്ള ആളെ വിളിച്ചിട്ട് പറയുന്ന, മുറ്റത്തൊരാൾ നിൽക്കുന്നുണ്ട്, അയാൾക്ക് ഈ കണ്ണുകൊണ്ട് കൊടുക്കൂ. ഭയപ്പെട്ട വീട്ടുകാര് ആ കണ്ണെടുത്തിട്ടൊരു പാത്രത്തിലിട്ടിട്ട് വീട്ടിന്റെ പുറത്ത് നിൽക്കുന്ന ആളോട് കൊണ്ടുകൊടുത്തിട്ട് പറയുന്നു, നിങ്ങൾക്ക് തരാൻ പറഞ്ഞതാണ്, നിങ്ങൾ ആകർഷിച്ച കണ്ണുകൊണ്ട് പോയിക്കോ. സുബ്ഹാന ജല്ല ജലാലു. ഇയാളും നിലവിളിച്ച് വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. പിറ്റേ ദിവസം നേരം പുലരുമ്പോൾ ആ നാട്ടുകാരറിഞ്ഞത് അല്ലാഹുവിനെ ഭയപ്പെട്ട ഒരു പെണ്ണ് ഹറാമായ നോട്ടം പേടിച്ചതിനാൽ കണ്ണുകുത്തി പൊട്ടിച്ച് രക്തമൊലിച്ച് മരണപ്പെട്ടുപോയി. ആ ഒരു ലോകം സൂക്ഷിക്കണേ ഉമ്മമാരെ. നമ്മുടെ ശരീരത്തിലേക്ക് ഒരാളെ കണ്ണ് പതിയുന്നത്, നമ്മുടെ കണ്ണ് മറ്റൊരാളെ ശരീരത്തിലേക്ക് പതിയുന്നത്, അൽ ഐനാനി സിനാഹുമൻ നളർ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. കണ്ണുകൊണ്ടുള്ള നോട്ടം കണ്ണിന്റെ വ്യഭിചാരമാണ്. കാലുകൊണ്ടുള്ള നടത്തം കാലിന്റെ വ്യഭിചാരമാണ്. കൈകൊണ്ടുള്ള സ്പർശനം കൈയിന്റെ വ്യഭിചാരമാണ്. അല്ലാഹു ജല്ല ജലാലു അവന്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ അല്ലാഹ് നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഈ ഒരു ലോകത്ത് നമ്മൾ എങ്ങനെയാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക, നമ്മൾ എങ്ങനെയാണ് സ്വർഗത്തിലെത്തുക, അല്ലാഹു നമുക്ക് വലിയ ഭാഗ്യം നൽകട്ടെ. ആയിഷത്തും ഹഫ്സത്തും സൗദാ സഫിയത്തും മൈമൂനത്തും റംലാ ഹിന്ദു വസൈനബും കദാ ജുബൈരിയ ലിൽമുഅ്മിനീന ഉമ്മഹാത്തും
മർളിയാ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്ലാണ്. ഫാത്തിമ ബീവി മുത്തുനബിന്റെ പൊന്നുമകളാണ്. അവരെല്ലാവരും കടക്കുന്ന സ്വർഗമാശിക്കുന്ന ഈ മൂടുബദ്രയിലും പരിസരത്തുള്ള എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, ആയിഷമാരോട്, ഫാത്തിമമാരോട് അള്ളാഹുവിന്റെ പൊരുത്തത്തിലുള്ള വസ്ത്രം ധരിക്കണേ, അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിക്കണേ. മറ്റുള്ളവരുടെ മെസ്സേജ് കൈമാറാതെ, മറ്റുള്ളവർക്ക് മെസ്സേജ് കൈമാറാതെ, മറ്റുള്ളവരിലേക്ക് നമ്മുടെ മെസ്സേജുകൾ കടന്നു പോകാതെ, ആവശ്യമില്ലാത്ത ഫോൺ വിളികളും ബന്ധങ്ങളുമെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്കുള്ള ബന്ധമൊന്ന് കാര്യമായി ചേർക്കാൻ ശ്രമിക്കണേ. അള്ളാഹു നമുക്ക് ഖൈറും ബറക്കത്തും നൽകട്ടെ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊരുത്തത്തിൽ ജീവിക്കാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഇപ്പൊ ദുന്യാവിലെ ചെറിയ ചെറിയ ശ്രദ്ധയോടെ ജീവിച്ചാൽ, ദുന്യാവിലെ വസ്ത്രങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, ആ സ്വർഗലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഏറ്റവും സന്തോഷമുള്ള ജീവിതമുണ്ട്. കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടൻ മുളക്കുന്നതാ കുറയണ്ട. നോക്ക് നിങ്ങൾ, നമ്മുടെ പള്ളിൻ്റെ മുമ്പിൽ നല്ല തെങ്ങ് കാണുന്നു. തെങ്ങന്നല്ലേ അത്? ഈ തെങ്ങ് ചില ആളുകൾക്ക് 100 തെങ്ങുണ്ടാകും, ചില ആളുകൾക്ക് 1000 തെങ്ങുണ്ടാവും. വലിയ മുതലാളിമാരുണ്ടാവും. ദുനിയാവില് എല്ലാ പഴങ്ങൾക്കും ചില കാലങ്ങളുണ്ട്. ഇപ്പം മാമ്പഴം ശരിക്കും പിടിച്ച് വരാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പം കിട്ടണ പഴം അങ്ങനെ തിന്നാനും പറ്റത്തില്ല. അതിനൊരു കാലുണ്ട്. നിങ്ങൾ നോക്ക്, തേങ്ങ പറിച്ചാൽ പിന്നെ 3-4 മാസത്തേക്ക് അതിൻ്റെ മേലെ കയറിയിട്ട് കാര്യമില്ല. ഇന്ന് തേങ്ങ പറിച്ചു, നാളെ തേങ്ങ പറിക്കാൻ പറ്റില്ല. ഒരു കാലമുണ്ട്, ഒരു സമയമുണ്ട്. നിങ്ങൾ നോക്ക്, 100 തെങ്ങുള്ള ഒരു മുതലാളി, അല്ലെങ്കിൽ 1000 തെങ്ങുള്ള വലിയ മുതലാളി, അയാൾക്ക് വയറ്റുന്നു പോവുകയാണ്, ക്ഷീണം പിടിക്കുകയാണ്, പ്രഷർ ലോ ആണ്, അല്ലെങ്കിൽ വയറ്റിന് എന്തോ ഒരു അസ്വസ്ഥത വരെയാണ്. ആളുകൾ പറഞ്ഞു കരിക്ക് കുടിക്കണം, കരിക്ക് കുടിക്കണം. ടൗണിലൊന്നും പോയിട്ട് എവിടെയും കരിക്കില്ല. മൂപ്പരിങ്ങനെ താഴ്ന്ന് നോക്കി, സുബ്ഹാനല്ലാഹ്, കയറി അങ്ങനെ ഉണ്ടാവും. ആജിയാർ തേങ്ങ പറിക്കാൻ തെങ്ങുമ്മ കയറിയാ കുടിക്കാൻ ആജിയാർ ബാക്കി ഉണ്ടാവും? ഉണ്ടാവൂലേ, താഴെ വീഴും. തെങ്ങുമ്മ കയറുന്ന ഒരാളെ വിളിച്ചാലോ, ഞങ്ങളെ നാട്ടൊക്കെ കലക്ടറേക്കാളും വലിയ തിരക്കാണ് തെങ്ങിന്റെ മേലെ കയറുന്നാക്ക്. കിട്ടില്ല, ആളെ കിട്ടൂല, ഭയങ്കര പണിയാ. അപ്പൊ തെങ്ങുണ്ടായിട്ട് എന്താ കാര്യം? മേലെ കയറാൻ അറിയണ്ടേ? അതുകൊണ്ടാ പറഞ്ഞത്, സ്വർഗത്തിലെ പഴമെന്ന് പറയുന്നത്, മോനെ, ഇരുന്നു കൊണ്ടാണ് നീ എനിക്കൊരു ഫ്രൂട്ട്സ് കിട്ടണോ എന്ന് ആഗ്രഹിക്കുന്നത്. ഇഷ്ടമുള്ള പക്ഷികളുടെ മാംസമുണ്ട്, താല്പര്യപ്പെടുന്ന ഫ്രൂട്ട്സുകൾ എമ്പാടുമുണ്ട്. ഇരുന്നു കൊണ്ടാണ് ഒരാൾക്ക് ഫ്രൂട്ട്സ് തിന്നാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അയാൾ ആ ഫ്രൂട്ട്സ് പറിക്കാൻ വേണ്ടി എഴുന്നേൽക്കേണ്ടതില്ല. ഇരുന്ന സ്ഥലത്തേക്ക് മുമ്പ് ഇങ്ങോട്ട് വരികയാണ്. കിടന്ന സ്ഥലത്ത് ഒരാൾ ആശിക്കാൻ എനിക്കിപ്പോൾ ഒരു മുന്തിരി തിന്നണമെന്ന് ആഗ്രഹിച്ചാൽ, കിടന്ന സ്ഥലത്തേക്ക് മുന്തിരിയുടെ പഴത്തിന്റെ കൊമ്പ് ഇങ്ങോട്ട് വരുമെന്നാണ്. അവനെങ്കിലും ഡൗട്ട് ഉണ്ടാകും, കിടന്നിട്ട് തിന്നാ തൊണ്ടക്ക് പിടിക്കൂല ഉസ്താദെ? അതൊന്നും ഇവിടെ ഇല്ല. നടന്നിട്ട് തിന്ന കുടിച്ചുകൂടാ, അല്ലെങ്കിൽ നിന്നിട്ട് കുടിക്കാൻ പറ്റില്ല, കിടന്നിട്ട് തിന്നാൻ പാടില്ല. അതൊക്കെ ദുന്യാവിന്റെ നിയന്ത്രണങ്ങളാണ്. ദുന്യാവിന്റെ നിയന്ത്രണങ്ങളെല്ലാം പാലിച്ചവർക്കാണ് സ്വർഗം. അവിടെ നിയന്ത്രണങ്ങളില്ല, അവിടെ അങ്ങനത്തെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നുമില്ല. എല്ലാ സൗകര്യങ്ങളുമുള്ള സ്വർഗം, ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടുന്ന സ്വർഗം. ആ സ്വർഗത്തിൽ നീ കൊക്ക കെട്ടി പറിക്കേണ്ടതില്ല, സാഹസികതമായി മേലെ കയറേണ്ടതില്ല. ഇനി ഇന്ന് പറിച്ചാൽ, മോനെ ഇന്ന് നീ പറിക്കല്ലേ, മാങ്ങ പഴുത്ത് നിൽക്കാണ്, അല്ലെങ്കിൽ പഴുക്കാനായ മാങ്ങയാണ്. അപ്പൊ പറയാണ്, മോനെ നീ ഇന്ന് പറിക്കല്ല, ബാംഗ്ലൂരിൽ നിന്ന് നാളെ വാപ്പ വരുന്നുണ്ട്, വന്നിട്ട് പറിക്കാം അല്ലേ? മോൻ ദുബൈയിൽ നിന്ന് വരുന്നുണ്ട്, ഓന് ഫോട്ടോ എല്ലാം എടുത്ത് അയച്ചു കൊടുത്താൽ വീഡിയോ കോൾ ദിവസം വിളിക്കും. അങ്ങനെ മാമ്പഴം പിടിച്ചോ, മുറ്റത്ത് എല്ലാം റെഡിയായോ? മോൻ വരാതിന് മുമ്പ് 2 ആഴ്ച മുമ്പ്, ഒരാഴ്ച മുമ്പ് മറ്റേ മകൻ പറിക്കാൻ പോകുമ്പോൾ ഉമ്മ പറയും, അല്ലെ വാപ്പ പറയും, മോനെ ഓൻ ഇന്നലെ കൂടെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞതാ, ഞാൻ വന്നിട്ട് പറിക്കാം, മോൻ പറിച്ച് കളയല്ലേ എന്ന് പറയും.
എന്ന് പറഞ്ഞ് ഇത് കഴിഞ്ഞാൽ പിന്നെ പറിക്കാൻ കഴിയില്ല, ഇനി അടുത്ത പിടിക്കണം. എന്നാൽ സ്വർഗത്തിൽ നീ ഒരു സംഗതി തീർന്നു പോകുമെന്നതുകൊണ്ട് കൊതിക്കുന്ന പഴം അടുക്കുന്നതാ, കയറണ്ട, പറിച്ചാലുടൻ മുളക്കുന്നതാ, കുറയണ്ട. ഇന്ന് പറിച്ചത് കൊണ്ട് നാളെ കിട്ടാതിരിക്കില്ല, ഇപ്പോൾ കഴിച്ചത് കൊണ്ട് അടുത്ത നിമിഷം നഷ്ടപ്പെടില്ല. എല്ലാ സൗഭാഗ്യങ്ങളുമുള്ള സ്വർഗമില്ലേ. ഫഅമ്മാമൻ ഫഖുലത് മവാസീനു ഫഹുവ ഫീ ഈശത്തിർ റാളിയ. കൊണ്ടുപോകാൻ കെട്ടിന് കനമുണ്ടോ? നല്ല നിസ്കാരങ്ങളുണ്ടോ? നോമ്പെടുത്തതിന്റെ കഥ പറയാനുണ്ടോ? സംഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തത്തിൽ സ്വതക്ക കൊടുത്തത് പറയാനുണ്ടോ? സാധുക്കളെ സഹായിച്ചത് പറയാനുണ്ടോ? നന്മകൾ കെട്ടിവെച്ചിട്ടുണ്ടോ? ഓഫറുള്ള സമയത്ത് എടുത്തെടുത്ത് വെക്കണത് പോലെ ഓഫറുള്ള സമയത്ത് പലതും വീട്ടിലേക്ക് ആവശ്യമുള്ളത് ഭാര്യ പറഞ്ഞത്, പെങ്ങള് പറഞ്ഞത്, മക്കള് പറഞ്ഞതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടോ? ഇതുപോലെ നാളെ ആഖിറത്തിലേക്ക് പോകുമ്പോൾ വസല്ലി ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. സുബഹിക്കുമ്പോ പാതിരാ സമയത്ത് എഴുന്നേറ്റ് ജനങ്ങളെല്ലാം ഉറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് ഒരു 2 റക്അത്ത് നിസ്കരിച്ചോ, തദ്ഖുലുൽ ജന്നത ബിസലാം, സമാധാനത്തോടെ സ്വർഗത്ത് പോയിക്കോന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരൽപ്പം ഖുർആൻ ഓതാൻ നിങ്ങൾക്ക് സമയം കിട്ടാറുണ്ടോ? ഫഖറഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിസ്വാഹിബിഹി. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾ ഖുർആൻ ഓദിക്കോ, ആ ഖുർആൻ നാളെ ആഖിറത്തിൽ നിങ്ങൾ ഗുണകരമായി സാക്ഷിയായി വരും. ഒരൽപ്പം ഖുർആൻ ഓതാറുണ്ടോ? സ്വതഖ ചെയ്യാറുണ്ടോ? തസ്ബീഹ് ചൊല്ലാറുണ്ടോ? നമ്മുടെ നാവ് കൊണ്ട് അനാവശ്യം വരുന്നതിനെ തൊട്ട് സൂക്ഷിക്കാറുണ്ടോ? ഇങ്ങനെ നന്മകൾ ജീവിതത്തിൽ ചെയ്തിട്ട് ഓഫറുകളെല്ലാം ഒരു കൂട്ടി വെച്ചിട്ട് പോകാനുള്ള കെട്ടിന് കനം കൂട്ടിയവരാണോ? അവൻ നല്ല സുഖത്തിലാണ്, സന്തോഷത്തിലാണ്. അവന്റെ കെട്ടിന് കനമില്ല, ഒരു പണിയെടുത്തിട്ടില്ല. സുബ്ഹാന ജല്ല ജലാലും. ചില ആളുകൾ പള്ളിന്റെ അടുത്തായിരിക്കും വീട്, പള്ളിന്റെ അടുത്ത് വീട്ടിലൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പള്ളിന്റെ ദൂരമുള്ള വീട്ടിലൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതിനങ്ങനെ വരുന്നത് ഈ പള്ളിന്റെ അടുത്തുള്ളൊക്കെ എപ്പോഴും ദുആ കിട്ടും. കാരണം പള്ളിയിൽ ഉസ്താദിനെ കാണാൻ ഒരാൾ വന്നു, എന്നാൽ ഉസ്താദ് ആരെയാ വേഗം വിളിക്കുക? അടുത്ത പുരക്കാരനെ വിളിച്ചിട്ട് പറയും, ആര്യാരെ 2 ഗസ്റ്റ് വന്നിട്ടുണ്ട്, ചായ കൊടുത്തയക്കണം എന്ന് പറയും. അപ്പോൾ ആര്യാര് ചായ മാത്രമേ കൊടുത്തയക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൂ, കടി മൂപ്പര വകയിൽ. 2 മൂപ്പര വക തന്നെ. ഉസ്താദ് ചായക്കാ പറഞ്ഞ, മൂപ്പര് ചായയും കടിയും കൂടെ കൊടുത്തയച്ചു. അവ ഈ വന്ന ഗസ്റ്റ് ഉസ്താദ് മനസ്സറിഞ്ഞിട്ട് ദ്വാരക്കും, അല്ലാഹ് മൂപ്പരുള്ളതുകൊണ്ടാണല്ലോ ആ ഗസ്റ്റിന് ചായ കിട്ടിയത്, അവർക്ക് ബർക്കത്ത് ചെയ്യണേന്ന്. കിട്ടിയില്ലേ? ചായ കൊടുത്ത വകയിൽ കൂലി കിട്ടി, വേറുന്ന വകയിൽ പിന്നെയും കിട്ടി. ഒരാഴ്ച കഴിഞ്ഞിട്ട് വേറൊരാൾ വന്നു, 2-3 ആള്. അപ്പോഴും മൂപ്പര് വിളിച്ചു പറഞ്ഞു, ആര്യാരെ ചായ വേണം. 3 വട്ടം വിളിച്ച ഉസ്താദിനെ പിരിച്ചുവിടും അല്ലേ? ഇയാൾ ശരിയാവില്ല, നമുക്ക് ഇതിനെനിക്ക് പണി, എന്താ ഇവിടെ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ടോ നോക്കും. ഞാൻ തമാശ പറഞ്ഞതാ. നല്ല മനുഷ്യന്മാരെപ്പോഴും നല്ലവരാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ഖൈർ നൽകട്ടെ. അപ്പൊ അടുത്ത വീട്ടുകാർക്ക് അങ്ങനെ കുറെ ഖിദ്മത്തിന് സൗകര്യം ഉണ്ടാവും, ഖിദ്മത്തിന് സൗകര്യം ഉണ്ടാവും. ഞാൻ ദർസ് തുടങ്ങിയ സമയം, കോളേജിൽ ഇറങ്ങി ദർസ് തുടങ്ങിയ സമയം, അവിടെ ഒരു മറീത്തയുണ്ട്. മറീത്ത ഈ ഓൺലൈനിലുള്ളതുകൊണ്ട് മറീത്ത ചിലപ്പോൾ കേട്ടുകൂടാന്നില്ല. വേറെ മറിയം എന്നവരെ പേര് മറീത്ത എന്നാ വിളിക്കുക. ഒരു പ്രായമുള്ള ഉമ്മയാണ്. ഉസ്താദുമാർക്ക് 5 നേരമാണല്ലോ ഭക്ഷണം, 2 നേരത്തെ ചായയും 3 നേരത്തെ ഭക്ഷണം, 5 നേരമല്ലേ ഭക്ഷണം കിട്ടുക. എന്നാൽ ഈ മറീത്ത മക്കളുണ്ട്, മുത്താലിമീങ്ങള്. അത് ഈ മുത്താലിമീങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് പറയും, ഉസ്താദിന് എന്തോ ചൊടിയുണ്ടോന്ന് തോന്നുന്നു, ഇപ്പൊ ചായ കയക്കലേ ഇല്ല. എന്താണ് പറയാ? ചൊടി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ദേഷ്യം. ഉസ്താദിന് എന്തോ ഞങ്ങളോട് ദേഷ്യമുണ്ട്, അതുകൊണ്ട് ചായ കയക്കലില്ല. എപ്പോഴും ചായ കിട്ടണം, നമ്മൾ പിന്നെന്തിനാ ചായ കയക്കുന്നത്? അപ്പോൾ ഓർക്ക് ഇടയ്ക്കിടയ്ക്ക് ചായക്ക് വിളിച്ച് പറയണം, കുട്ടികളെ അയച്ചിട്ട് മറിയത്താണ് ചായ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ഓർക്ക് സന്തോഷമായി. ഇടയ്ക്കിടയ്ക്ക് ഉസ്താദന്മാർക്ക് ചായ കൊടുത്തയക്കണം. അത് നല്ല സ്വഭാവമാണെന്ന് ഞാൻ പറഞ്ഞത്. അള്ളാഹു തആല അവർക്ക് ബർക്കത്ത് കൊടുക്കട്ടെ.
അവരെ മകൻ ഈ അടുത്ത് ഗൾഫിൽ നിന്ന് ദുബായിൽ നിന്ന് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചുപോയി. അള്ളാഹുവേ നീ അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. സുബൈർ എന്ന ചെറുപ്പക്കാരൻ, അള്ളാഹുവേ മഗ്ഫിറത്ത് കൊടുക്കണം റഹ്മാനെ. ഞാൻ ഉള്ള കഥയെ പറഞ്ഞു, ഇല്ലാത്ത കഥയല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഓൺലൈനിൽ ഇതെല്ലാം കേൾക്കണ കഥയാ. ഉള്ള തന്നെ ധാരാളം പറഞ്ഞു, ഇനി ഇല്ലാത്ത പറയുന്നു. തളിപ്പറമ്പ് ഹുദാ പള്ളി എന്നൊരു പള്ളിയുണ്ട് തളിപ്പറമ്പ്. അവിടെ ഇടയ്ക്കിടയ്ക്ക് വാതിന് പോകും. ഒരു ദിവസം ഞാൻ ഈ മറിയത്താൻ്റെ കഥ പറഞ്ഞപ്പോൾ ആ സ്റ്റേജിൽ വന്ന ഒരാൾ പറഞ്ഞു, ഈ പള്ളിൻ്റെ ബേക്കിൽ ഒരു മറിയത്തുണ്ടെന്ന്. ആ പെണ്ണുങ്ങളുടെ പേര് മറിയ. നമ്മുടെ സമത് വാക്കവയൊക്കെ ദർശനം നടത്തി. നിങ്ങളെ ഭാഗത്തെല്ലാം പള്ളി മുത്താരിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. അവിടെ നമ്മുടെ അബ്ദുസമദ് അമാനിൻ്റെ ഒക്കെ ഭാര്യ വീട്ടിൻ്റെ അടുത്തുള്ള പള്ളി. അവിടെ ഉണ്ട് ഒരു മറിയത്ത. ഈ അടുത്ത വേദന ഇപ്പോൾ പുറ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. അപ്പോൾ ചില സ്ഥലത്ത് ഇങ്ങനത്തെ മറിയത്തുണ്ടാവും, പേര് പറയുകയാണെങ്കിലും. ചില ഉമ്മമാരുണ്ടാകും, ചില കാരണവന്മാരുണ്ടാവും, ഓർക്ക് ഖൈറാത്തുകളോട് വലിയ താല്പര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് ഓർക്ക് പ്രത്യേകിച്ച് വർക്കത്ത്. ദൂരെയുള്ളവർ പള്ളിയിൽ നിന്ന് വാങ്ങി കേട്ടിട്ട് അവർ നടന്നു വരികയാണ്. അവർക്ക് ഓരോ സ്റ്റെപ്പിനും ധാരാളം കൂലി കിട്ടും. പള്ളിൻ്റെ അടുക്ക് വീടുള്ളതിനേക്കാളും ദൂരം വീടുള്ളതാണ് അവർക്കാണ് വലിയ സന്തോഷമെന്നാണ് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പള്ളിൻ്റെ അടുക്കിലേക്ക് വീട് മാറാൻ ആഗ്രഹം പ്രകടിപ്പിച്ച സ്വഹാബികളോട് ആവശ്യമില്ല, നിങ്ങൾ അവിടെ നിൽക്കലാണ് ഖൈർ എന്ന് പറഞ്ഞു. തങ്ങൾ എന്തേ പള്ളിയിലേക്ക് നടന്ന ഓരോ സ്റ്റെപ്പിനും വല്ലാത്ത പവർ തന്നെയാണ്. ആ വുളു എടുത്തിട്ട് പള്ളിയിലേക്ക് ജമാഅത്തിന് വരുന്ന ഓരോ വരവും നാളെ സ്വറാത്തിന്റെ മേലെ കടക്കുമ്പോൾ വളരെ എളുപ്പമാണ്. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ, അല്ലാഹു നമുക്ക് സന്തോഷം നൽകട്ടെ. പള്ളിയിലേക്ക് വരാൻ വേണ്ടി കൂട്ടാക്കുന്നില്ല, ഖൈറിന്റെ വിഷയത്തിലില്ല, ഒരു നന്മയുടെയും മുന്നിലില്ല. ഇങ്ങനെ ഒന്നും കൊണ്ടുപോകാൻ കഴിയാത്തവരില്ലേ? പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടിട്ട് ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ ജുമാഅത്തിനൊക്കെ നല്ല ആളുണ്ടാകുമെന്നാണ്. ളുഹറിന്റെ സമയത്ത് നമ്മൾ എവിടെയോ കച്ചവടത്തിലൊക്കെ ആയിപ്പോയി. 5 വക്ത് വാങ്കല്ലേ ഉള്ളത്. ളുഹറിന്റെ സമയത്ത് എവിടെയോ ആയിപ്പോയി, തോട്ടത്തിലായിപ്പോയി, അല്ലെങ്കിൽ എവിടെയോ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ജമാഅത്തിന് വരാൻ പറ്റിയില്ല. ഒരു കാരണം പറഞ്ഞുകൂടെങ്കിലും പറയാം. അസറിന്റെ സമയത്ത് നമ്മൾ ഓഫീസിലായി പോയി, മഗ്രിബിന്റെ സമയത്ത് നമ്മൾ വീട്ടിലേക്ക് വരുന്ന വണ്ടിയിലായി പോയി, ഇശാഇന്റെ സമയത്ത് നമ്മൾ വീട്ടിലെത്തിയില്ല, നമുക്കൊരു കാരണം പറയാം. എന്നാൽ സുബഹിയുടെ സമയത്ത് ഒരു കാരണവുമില്ല, ഉറക്കല്ലാതെ മറ്റൊരു കാരണവുമില്ല. വേറെ എന്ത് കാരണം നിങ്ങൾക്ക് പറയാം, പക്ഷെ അള്ളാഹിനോട് നിങ്ങൾ എങ്ങനെയാണ് ഉറക്കിന്റെ കാരണം പറയാം? ഉറങ്ങിപ്പോയ കാരണമുണ്ട്. അതെന്താണ്? അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദെ ഉറങ്ങിപ്പോയ നിസ്കാരത്തിന് വരെ അതെന്ത് ഉറക്കാന്നറിയോ? ഒരാൾ വാങ്ങ് കൊടുക്കുന്നതിന് മുമ്പേ അങ്ങ് ഉറങ്ങിപ്പോയി, 12 മണിക്ക് കിടന്നങ്ങ് ഉറങ്ങിപ്പോയതാണ്. അയാൾ അറിഞ്ഞത് അസ്ർ വാങ്ങ് കൊടുത്തിട്ടാ. 12 മണിക്ക് ഉറങ്ങിപ്പോയൊരു മനുഷ്യൻ ക്ഷീണം കൊണ്ടെന്ന് ഉറങ്ങിപ്പോയി. അയാൾ എഴുന്നേറ്റത് 4 മണിക്കാണ്. ളുഹർ ഖളായിപ്പോയി. എന്നാൽ അയാൾ കുറ്റമില്ല, കാരണം ഉറങ്ങിപ്പോയതാണ്, അയാൾ അറിയില്ല. ഒരാൾ എല്ലാ ദിവസവും സ്വബഹിക്ക് ഉറങ്ങിപ്പോകല, അയാൾ പോകലല്ല, ഓൻ ഉറങ്ങിപ്പോക്കിയതാ. ഫുൾ ടൈം ഉറങ്ങിപ്പോവോ ഒരാള്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെ നാട്ടിൽ ടാക്സി ഓടിക്കുന്ന ഡ്രൈവർമാരില്ലേ, വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർ, അവർ രാത്രി 12 മണിക്ക് ഒരു ഓട്ടം പോയി, ഹോസ്പിറ്റലിലേക്കോ എവിടെയോ പോയി, ഒരു 2 മണിക്കാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. കടന്നൊരു അരമണിക്കൂർ 2:30 മണിയാകുമ്പോഴത്തേക്ക് ഫോൺ ആദ്യം അടിച്ചു. അപ്പുറത്തെ കുട്ടിക്ക് സുഖമില്ല, വയറ്റുന്ന വേദന, വേഗം ഹോസ്പിറ്റലിൽ പോകണമെന്നാ പറയുന്നത്. ഈ ടാക്സിക്കാരൻ ആത്മാർത്ഥതയുള്ളവനാണെങ്കിൽ, അവനവന്റെ ജോലിയോട് പ്രതിബദ്ധതയുള്ളവനാണെങ്കിൽ, സാന്ത്വനത്തിന്റെ മനസ്സുള്ളവനാണെങ്കിൽ, പ്രത്യേകിച്ചും 2:30 മണിക്ക് എഴുന്നേറ്റ് ആദ്യം ഓടുകയാണ്. കാരണം എന്താ? ഇവൻ ഓടിയിട്ടില്ലെങ്കിൽ ആള് പറയും ഓൻ ആവശ്യത്തിന് വിളിച്ചാൽ കിട്ടൂല, അതുകൊണ്ട് പകലും വിളിക്കണ്ട. രാത്രി വിളിച്ച ഓനെ കിട്ടൂല, അതുകൊണ്ട് പകലും വിളിക്കണ്ട, ഓനെ ഓട്ടം തന്നെ ഫുള്ള് പോകും. അതുകൊണ്ട് 2:30 മണിക്ക് പിന്നെയും പോകും. 2 മണിക്ക് ഉറങ്ങിയതാണ്, 2:30 മണിക്ക് എഴുന്നേറ്റ് പിന്നെയും പോവുകയാണ്. 4 മണിക്ക് ഉറങ്ങിയോ 4:30 മണിക്ക് എഴുന്നേറ്റ് പിന്നെയും പോവുകയാണ്. അവന്റെ കൂട്ടുകാരൻ അതാ എയർപോർട്ട് പോകണം, 4 മണിക്ക് അവിടെ എത്തണം, 2 മണിക്ക് റെഡിയാണ്. പകല് വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ച് ക്ഷീണിച്ചവനാണ്, രാത്രി ഉറക്കൊഴിഞ്ഞ് പിന്നെയും വണ്ടി ഓടിക്കാണ്. 2 മണിക്ക് 3 മണിക്ക് എഴുന്നേൽക്കുകയാണ്. അപ്പൊ ദുന്യാവിനെ അധ്വാനിക്കാൻ നിനക്ക് ഉറക്ക പ്രശ്നമല്ല, ദുന്യാവിന്റെ കൂട്ടുകെട്ടും ബന്ധങ്ങളൊക്കെ നിലനിർത്താൻ നിനക്ക് ഉറക്കൊരു പ്രശ്നമല്ല, ആരോഗ്യം പ്രശ്നമല്ല, ഒന്നും നിനക്കൊരു വിഷയമല്ല. എന്റെ നാട്ടിലെ റബ്ബർ എന്ന് പറഞ്ഞൊരു മരമുണ്ട്. ഇവരുണ്ടോ റബ്ബർ ഉണ്ടാ? ആ റബ്ബർ എപ്പോഴാ ടാപ്പ് ചെയ്യാ? ഉച്ചക്ക അല്ല, സുബഹിക്ക് മുമ്പാണ്. തഹജ്ജുദിന്റെ സമയത്ത് വക്തുസഹറിലാണ് അധികവും അത് ടാപ്പ് ചെയ്യാം. എല്ലാ ദിവസവും ആ സമയത്ത് ടാപ്പ് ചെയ്താൽ രാവിലെയൊക്കെ പാല് കിട്ടുക, വെയിലുച്ച ഉറച്ചു പോവും.
അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ നാട്ടിലൊക്കെ മുതലാളിമാരാണെങ്കിൽ പ്രത്യേകിച്ചും, അല്ലെങ്കിൽ സാധാരണക്കാർ തന്നെ മുതലാളിയോട് കൂറുള്ളവരാണെങ്കിൽ നേരത്തെ എഴുന്നേറ്റ് പോകും. എവിടെയാണ് ഈ റബ്ബർ ഉള്ളത്? കാടിലാണ്. റോഡിലാണ് ഉണ്ടാവുക? ടൗണിലാണ് ഉണ്ടാവുക? അല്ല, കാട്ടിലാണ്. പന്നിയും പെരിച്ചായുള്ള സ്ഥലത്താണ്. അവിടെ പാതിരാ സമയത്ത് പോകാൻ ഇവന് പേടിയില്ല. എന്തുകൊണ്ട്? ദുനിയാവിന്റെ ജീവിത മാർഗമാണ്. എന്നാൽ എന്തൊരു വിളിയാണ്, എന്തൊരു വിളിയാണ് അല്ലാഹു തആല വിളിപ്പിച്ചത്. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സുഖമില്ലാതെ, തങ്ങൾക്ക് ആഫിയത്ത് കുറഞ്ഞ് കിടക്കുമ്പോൾ പള്ളിയിൽ ഇഖാമത്തിന്റെ വിളിയങ്ങ് കേട്ടപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളെ തോളത്ത് കൈയിട്ടിട്ട് കാല് നിലത്ത് വെക്കാൻ പറ്റുന്നില്ല. പള്ളിയിലേക്ക് വരുമ്പോൾ തങ്ങളെ കാലിങ്ങനെ നിലത്ത് വരച്ചിട്ട് അടയാളം കാണുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ബാങ്ക് കേട്ടിട്ട് നിങ്ങൾ ഉരുണ്ട് പെരണ്ടിട്ടെങ്കിലും പള്ളിയിലെത്തണേന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ? ആ പരിശുദ്ധമായ പള്ളിയിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലസ് സ്വലാഹ്, നിസ്കരിക്കാൻ വരൂ, നിസ്കരിക്കാൻ വരൂ. എന്തിനാണ് നിസ്കരിക്കുന്നത്? ആഖിറത്തിൽ പോയാൽ നിനക്ക് രക്ഷ കിട്ടാനാണ്, നരകം ഹറാമാകാനാണ്, സ്വർഗം നിനക്ക് ലാസിമാകാനാണ്, സന്തോഷമുള്ള യാത്രക്ക് വേണ്ടിയാണ്, ഓഫർ ഉള്ളത് വാങ്ങിവെക്കാനാണ്, തിരിച്ചു പോകുമ്പോൾ കെട്ട് നന്നായിട്ട് കെട്ടാനാണ്. ഹയ്യാലൽ ഫലാഹ്. എന്തിനാ നിസ്കരിക്കുന്നത്? നീ ഉമ്മാന്റെ പള്ളേന്ന് ഭൂമിയുടെ പ്രതലത്തിലേക്ക് തലകുത്തി മറിഞ്ഞപ്പോൾ, മോനെ നിനക്ക് സ്വീകരിക്കാൻ ഇവിടെ ആളുണ്ട്, ഇവിടെ അതാ ലഡു വാങ്ങി വെച്ചിട്ടുണ്ട്, ജിലേബി വാങ്ങി വെച്ചിട്ടുണ്ട്, മധുരം വാങ്ങി വെച്ചിട്ടുണ്ട്, എല്ലാ സംവിധാനങ്ങളും ആക്കിയിട്ട് നിന്നെ കാത്തു നിൽക്കുകയായിരുന്നു അല്ലേ? നിന്റെ ഉപ്പയും നിന്റെ ഉമ്മയും നിന്റെ കുടുംബക്കാരും അതാ ഇപ്പൊ പ്രസവിക്കുന്നവർക്ക് കാത്തിക്കാണല്ലേ? എന്നാ മോനെ, ഈ ദുനിയാവെന്ന് തിരിച്ചു പോകുന്നൊരു സമയമില്ലേ? കാത്തു നിൽക്കാൻ ആളില്ല, ആരുമില്ല. ഖബറിലേക്ക് എടുത്തുകൊണ്ടുപോയി വെക്കുമ്പോൾ ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ, പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണു പരസ്പരം തിന്നുന്നതിൽ, കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റം ഇല്ലാത്തള്ളലാണതുകൊണ്ട്. നീ ഉമ്മാന്റെ പള്ളേ ഇങ്ങോട്ട് വരുമ്പോ സ്വീകരിക്കാൻ കൈ കാണിച്ചിട്ട് ആളുണ്ട്, ബാങ്ക് വിളിക്കാൻ ആളുണ്ട്, നിനക്കെല്ലാ സംവിധാനങ്ങളും ചെയ്തു തരാൻ ആളുണ്ട്. നീ വരുന്ന വകയിൽ വലിയ വിരുന്നുണ്ട്, വീട്ടിന്റെ മുമ്പിൽ പന്തലുണ്ട്, നിന്റെ സുന്നത്ത് കല്യാണത്തിന് എത്ര ആളെയാണ് വിളിച്ച് ഭക്ഷണം കൊടുത്തത്, കറുത്തിട്ട് എന്തൊരു ബഹുമാനമാണ് നിനക്ക് നൽകിയത്. അപ്പം സ്വീകരിക്കാൻ ഇവിടെ ആളുണ്ട് മോനെ. പക്ഷെ അങ്ങോട്ട് പോകുമ്പോ സ്വീകരിക്കാനുള്ളവരാരാന്നറിയോ? ചിതലുകളാണ്, പുഴുക്കളാണ്. ഇവിടെ ഉള്ളവരെല്ലാം നിന്നെ ഇട്ടേച്ച് തിരിച്ചു വരുമ്പോ അവിടെ കാത്തു നിൽക്കുന്നവരവരാണ്. കൂടാതിരുട്ടാണ് ഇതിൽ, അതുകൊണ്ട് വന്നോ വരുമ്പോൾ നല്ല ലൈറ്റും കൊണ്ട്. കൂരിരുട്ടുള്ള വല്ലാത്ത ഇരുട്ടുള്ള ലോകം, ഒരു പഴുതിലൂടെയും പ്രകാശമില്ല. അപ്രകാശമില്ലാത്ത ലോകത്ത് മോനെ, നിനക്ക് ഈ സമയത്തൊന്ന് എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് നിന്റെ ഖബറിലേക്ക് ഒരു ചെറിയ മിന്നാമിനിങ്ങിന്റെ വെട്ടമെങ്കിലും, ഒരു മെഴുകുതിരിയുടെ വെട്ടമെങ്കിലും, ഒരു ചെറിയ വിളക്കിന്റെ വെട്ടമെങ്കിലും നിന്റെ ഖബറിലേക്ക് എത്തിക്കാൻ വിജയിക്കാൻ വരൂ. ഡിസംബറിന്റെ ജനുവരിയുടെ തണുപ്പ്, നല്ല മരം കോച്ചുന്ന തണുപ്പാണ്. സുബഹിയുടെ സമയത്ത് മഞ്ഞ് പെയ്യുകയാണ്. ആ സമയത്ത് വാങ്ക് കേട്ടിട്ട് പിന്നെയും കിടന്നുറങ്ങാൻ, എഴുന്നേക്കാൻ മനസ്സ് വരുന്നില്ല. ഇബിലീസ് വന്നിട്ട് എഴുന്നേക്കാൻ നോക്കുമ്പോ ഇബിലീസ് വന്നിട്ട് കാത് പറഞ്ഞ് എഴുന്നേക്കാൻ സമയമായിട്ടില്ല. അലൈക്കലയിലും തൊവീൽ, കുറച്ചുകൂടി ഉറങ്ങിക്കോളൂ, സമയമുണ്ട്. ആ സമയത്താണ് പള്ളിന്ന് പിന്നെയും ഉസ്താദ് വിളിക്കണത്, അസ്വലാത്തു ഖൈറും മിനൻ നൗം, അസ്വലാത്തു ഖൈറും മിനൻ നൗം.
നിങ്ങൾ നോക്കൂ, സുബഹിക്ക് മാത്രമാണ് ആ വിളിയുള്ളത്. ളുഹറിനെ വിളിച്ചിട്ടില്ല, മഗ്രിബിനും അസ്റിനും ഇശായിനും വിളിച്ചിട്ടില്ല. നിസ്കാരം ഉറക്കിനേക്കാൾ ഖൈറാണ് കൂട്ടുകാരാ. എന്തൊരു ഉപദേശമാണത്. ഉറങ്ങുന്നവനെ വിളിച്ചിട്ട് പറയാണ്, മോനെ ഇനി ഉറങ്ങല്ലേ, അസ്വലാത്തു ഖൈറും മിനൻ നൗം. കേട്ടോ, മറുപടി പറഞ്ഞു, സദഖത വബരിർത. നീ നന്മ പറഞ്ഞു, നീ പുണ്യമുള്ളത് പറഞ്ഞു, നീ സത്യം പറഞ്ഞു, നീ ഖൈറ് പറഞ്ഞു. ഇങ്ങനെ ജവാബ് ചെയ്തിട്ട് അതാ തഹജ്ജുദിന് എഴുന്നേക്കാൻ പറ്റാത്തവനാണെങ്കിൽ ആ സുബഹിയുടെ സമയത്തെങ്കിലും ഒന്നെഴുന്നേറ്റ് ഇപ്പള്ളിയുടെ മുറ്റത്തുള്ളവരെങ്കിലും ഇപ്പള്ളിയുടെ പരിസരത്തുള്ളവരെങ്കിലും ഈ പള്ളിയിലേക്ക് വന്നിരുന്നെങ്കിൽ കൊണ്ടുപോകാൻ അതൊരു കനമുള്ള കെട്ടാകുമായിരുന്നു. ആ ജമാഅത്തിന് സുബഹിക്കൊരാൾ ജമാഅത്തായി നിസ്കരിച്ചാൽ അവൻ അള്ളാന്റെ ഉത്തരവാദിത്വത്തിലാണ്. അവൻ അന്ന് അപകടം സംഭവിക്കില്ല. പറ്റിയാൽ അള്ളാഹ് ഏറ്റെടുക്കുന്നതാണ്. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ വാളുകൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ അതിനെനിക്ക് ജവാബില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ എന്റെ മുന്നിൽ നിൽക്കുന്ന തെങ്ങടക്കം, ഈ വലിയ മരമടക്കം നാളെ ആഖിറത്തിൽ അള്ളാന്റെ മുമ്പിൽ വരും. പാവപ്പെട്ട ഹംസ മിസ്ബാഹി എത്രയോ ദൂരം ഓടിയിട്ടാണ് ഞാൻ വന്നത്. ഒരൽപ്പം താമസിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്കെല്ലാം അഫ്വ് നൽകട്ടെ. ഇവിടെ നല്ല ഭക്ഷണം ഒരുക്കി, നല്ല മൈക്കും നല്ല സംവിധാനങ്ങളും നല്ല സ്റ്റേജും നല്ല സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കി. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കിയതല്ല. ഞാൻ ഈ നാട്ടിലേക്ക് ആദ്യമായിട്ട് വരികയാണ്. ഈ നാട്ടിലുള്ള ആളുകളുടെ നന്മയാണ്. അവരാണ് ഈ പള്ളിയുടെ മുമ്പിൽ ഈ നല്ല റാഹത്തുള്ള ഇന്റർലോക്ക് സംവിധാനം ഒരുക്കിയത്. അവരാണ് ഈ പള്ളിക്ക് പെയിന്റ് അടിച്ചത്. നിങ്ങളാണ് ഈ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയത്. ഞാൻ വേള പറഞ്ഞിട്ടുണ്ടാക്കിയതല്ല. പക്ഷേ ഞാൻ പറയണ വേള ഈ പള്ളി കേൾക്കുന്നുണ്ട്. ഇവിടെയുള്ള മണൽ തരികൾ ഇതിന് സാക്ഷിയാണ്. ഇവിടെയുള്ള എത്രയോ മലക്കുകൾ ഇത് കേൾക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ട സ്വാലിഹീങ്ങളുടെ അർവാഹുകൾ ഇതിന് സാക്ഷിയാണ്. നാളെ ആഖിറത്തിലെത്തിയാൽ ഏതെങ്കിലും ഒരാൾ നാളത്തെ സുബഹിയുടെ ജമാഅത്തിന് പള്ളിയിലെത്തിയാൽ, നാളത്തെ ളുഹർ നിസ്കാരത്തിന്റെ ജമാഅത്തിന് കണിശത കാണിച്ചാൽ, നാളെയുള്ള അസ്റിന് നല്ല റാഹത്തോടെ പള്ളിയിൽ വരാൻ ഭാഗ്യം കിട്ടിയാൽ, നാളത്തെ മഗ്രിബിന്റെയും ഇശാഇന്റെയും ജമാഅത്തൊന്ന് മുറുകെ പിടിച്ചാൽ, ഇനി ഞാൻ ജീവിക്കുമ്പോൾ അല്ലാഹുവേ എപ്പോഴാണ് നിന്റെ അടുക്കിലേക്ക് വരേണ്ടത് എന്ന് നിശ്ചയമില്ലല്ലോ അല്ലാഹ്. അതുകൊണ്ട് വരുന്ന സമയത്ത്, എനിക്ക് പോകുന്ന സമയത്ത് എന്റെ ആഖിറം രക്ഷപ്പെടാനുള്ള കെട്ടിനൊന്ന് കനം കൂട്ടണം. അതിന് ഞാൻ ജമാഅത്തായി നിസ്കരിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തിട്ട് ഇനി ഹറാമുകൾ ജീവിതത്തിൽ തരില്ല വല്ലില്ല എന്ന് ഒരു പെണ്ണിനെയും അന്യ പെണ്ണിനെയും നോക്കൂല എന്ന് പ്രതിജ്ഞയെടുത്തിട്ട്, അന്യപുരുഷനെയും നോക്കൂല എന്ന് പ്രതിജ്ഞയെടുത്തിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ കള്ളു കുടിക്കില്ല, മദ്യം ഉപയോഗിക്കില്ല, മയക്കുമരുന്ന് ഉപയോഗിക്കില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഹറാമൊന്നും പറയില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ അശ്ലീല വീഡിയോ കാണില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ പാട്ട് കേൾക്കില്ല. പാട്ടുമായി ബന്ധപ്പെട്ട ഹറാമായ ഒന്നും കേൾക്കില്ല. ഇന്നത്തെ കാലം എന്ന് പറയുന്നത് മൊബൈൽ ഫോണിൽ ഇയർഫോൺ കുത്തിയിട്ട് കാതിൽ വെച്ചിട്ട് AC ഇട്ട് നല്ല തണുപ്പുള്ള സമയത്ത് ബ്ലാങ്കറ്റ് കൊണ്ടങ്ങ് പുതച്ചാൽ ഇതേ കട്ടിലിൽ കിടക്കുന്നവൻ അറിയൂല ഇവൻ എന്താണ് കാണാൻ കഴിയുന്നത്, ഇവൻ എന്താ കാണുന്നത്. അത്രമാത്രം രഹസ്യമായും ഹറാമ് ചെയ്യാൻ പറ്റുന്ന ലോകത്ത് വഹുവമാക്കും മൈനമാക്കും, നിങ്ങൾ എവിടെയാണെങ്കിൽ അള്ളാഹ് കൂടെയുണ്ട് എന്ന ബോധത്തോടെ, അള്ളാഹു കാണുന്നു എന്ന ചിന്തയോടെ നിങ്ങളെ കൽബ്, എന്റെ അമ്മാറത്താകുന്ന നഫ്സിനോടും എന്നെ കേൾക്കുന്നവരോടും കൽബ് കൊണ്ടൊന്ന് ഏറ്റെടുക്കുമോ? ഇന്നത്തെ വാദം അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല വലിയ ഭാഗ്യത്തിന് തൗഫീഖ് നൽകട്ടെ. ഖൈറാത്തുകൾക്ക് അല്ലാഹു തആല ഭാഗ്യം നൽകട്ടെ. ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. നിന്നെ കൊണ്ട് ഒരാൾ നന്നായാൽ, നിന്റെ വാല് കേട്ടിട്ട് ഒരാൾ നന്നായാൽ, ഒരു ജമാഅത്തിന് പങ്കെടുത്താൽ, ഒരു പേജ് ഖുർആൻ എത്രയാണ് മണിക്കൂറുകൾ ഈ മൊബൈൽ കൊണ്ട് കളയുന്നത്. ആ സമയത്ത് അള്ളാന്റെ ബോഡിയിൽ അള്ളാനെ പേടിച്ച് ഒന്ന് ചെയ്ത് ഒരു പേജ് ഖുർആൻ ഓതിയാൽ 2 പേജാണ് ആകെ തബാറക സൂറത്തുള്ളത്. 30 സൂക്തങ്ങളുള്ള 30 ആയത്തുകളുള്ള എല്ലാ മുഅ്മിനിന്റെയും കൽബിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
പറഞ്ഞ ആ സൂറത്തുൽ മുൻജിയ എന്ന സൂറത്തുൽ മുൽക്ക് എന്ന തബാറക സൂറത്തും ഓതി നോക്കിയിട്ട് ഖബറിലെ ചൂടിനൊന്ന് ചെറിയ തണുപ്പ് വരുത്തിയാൽ ആ ഖബറിലുള്ള പാമ്പുകൾക്ക് നമ്മുടെ തൊട്ടൊരു കാവല് കൊടുത്താൽ നമുക്ക് വരുന്നതിനെ തൊട്ട് ആ പാമ്പുകളെ അല്ലാഹ് അകറ്റിയാൽ നമുക്കല്ല കാവല് തന്നാൽ വലിയ ദണ്ഡുമെടുത്തു വരുന്ന മലക്കുകളെ അല്ലാഹു ഒന്നകറ്റിയാൽ ഖബറിൽ ഒരു സമാധാനം കിട്ടിയാൽ അതിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തുമോ? ഏതെങ്കിലും ഒരാളെ കൽബിൽ, ഒരു പെണ്ണിന്റെ കൽബില് അല്ലാഹനെ പേടിക്കാതെ ജീവിക്കൂല എന്ന ഒരു പ്രതിജ്ഞ വന്നാൽ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ഒരാൾ നിന്നെ കൊണ്ട് നന്നായാൽ ദുനിയാവും അതിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാളും ഖൈറാണ് മുആദേ, ഖൈറാണ് മുആദേ, ഖൈറാണ് മുആദേ. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ. സ്വലാത്ത് ജീവിതത്തിൽ ഏറ്റണേ. ഏറ്റവും നല്ല ആഖിറത്തിൽ കൊണ്ടുപോകാനുള്ള കെട്ട്, ആഖിറത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഏറ്റവും ഖനമുള്ളത് ഖദിംതു അലൽ ഉഖ്റ ഫലാ സാദ ഖത്തു ലീ സിവാ ഹുബ്ബി. നിങ്ങൾ നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിറത്തിലേക്കുള്ള യാത്രയിൽ മുന്നിട്ട് നിൽക്കുന്ന, മരണത്തോട് മുന്നിട്ട് നിൽക്കുന്ന സാധുവാണല്ലാഹ്. ആഖിറത്തിലേക്ക് പോകാനുള്ള യാത്രയിലാണ് ഞാനുള്ളത്. പക്ഷേ എൻ്റെ അടുക്കൽ അങ്ങയോടുള്ള അനുരാഗമല്ലാതെ, മഹബത്തല്ലാതെ വേറൊരു സംഗതിയുമില്ല നബിയേ എന്ന് പാട്ടുപാടിയ മഹാന്മാരുണ്ട്. തങ്ങളെ മഹബത്ത് വെക്കുക, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ധാരാളം സ്വലാത്ത് ചൊല്ലുക. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. നാളെ നമുക്ക് പരിപാടി ഉണ്ടല്ലോ, അതുകൊണ്ട് ഇന്ന് നീട്ടുകയെന്നല്ല, നിർത്തുകയാണ്. അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നമുക്ക് ആഖിറത്തിലേക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും ഒന്ന് വേണം. ആഖിറത്തിലേക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും ഒന്ന് നമ്മുടെ കയ്യിൽ വേണം. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഖൈറാത്തുകളുമായി ബന്ധപ്പെടാൻ എപ്പോഴും ശ്രമിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നന്മ ചെയ്യുന്നവരാകണം. ഒരിക്കലും ഹറാമ് ജീവിതത്തിൽ ഉണ്ടാകരുത്. ഏത് സമയത്താണ് കിടക്കേണ്ടി വരിക എന്ന് പറഞ്ഞുകൂടാ. അല്ലാഹ് എനിക്ക് ഈ ടാബ് വാങ്ങിത്തന്നത് അബൂദാബിയിലുള്ള നമ്മുടെ ഒരു സ്നേഹിതനാണ്. അദ്ദേഹത്തിന് അല്ലാഹു കുടുംബത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവ്, ഞാൻ പലയിടത്തും പറയാറുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യൻ്റെ ഉപ്പ അഹമ്മദ് ക നമ്മുടെ വലിയ മഹബത്തുള്ള ഒരാളാണ്. ചെറുവത്തൂരിൻ്റെ അടുത്ത് രാത്രി ഉറങ്ങിയതാ. വേളെല്ലാം കേട്ടിട്ട് അധികവും എൻ്റെ വേളെല്ലാം കേൾക്കും. ഇപ്പോഴും പറയും, ഉസ്താദിൻ്റെ വേള രാത്രി ഉറങ്ങുമ്പോൾ കേൾക്കാന്ന്. അല്ലാഹു നമ്മുടെ ബന്ധങ്ങളൊക്കെ ആഖിറത്തിൽ ഫലമുള്ളതാക്കി തരട്ടെ. ആ നല്ല മനുഷ്യൻ വേളെല്ലാം കേട്ട് ഉറങ്ങിയതാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ തഹജ്ജുദ് നിസ്കരിക്കുന്ന കുടുംബമാണ്. നേരത്തെ വിളിച്ചെഴുന്നേക്കുമ്പോൾ എഴുന്നേക്കണില്ല. അവൻ പെണ്ണുങ്ങൾ പോയി നിസ്കരിച്ചു, തഹജ്ജുദ് നിസ്കരിച്ചു വന്നിട്ട് സുബഹി ബാങ്ക് കൊടുത്ത് പിന്നെയും വിളിച്ചു, എഴുന്നേക്കണില്ല. അപ്പം മക്കളെയും കൂട്ടി ഒന്ന് വിളിച്ചു, എന്നിട്ട് എഴുന്നേക്കണില്ല. പേടിയായി. അയൽവാസികളെ വിളിച്ചു. നോക്കുമ്പോൾ വേഗം ഒരു ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവന്നു. നോക്കൂ, പറഞ്ഞു നേരത്തെ മരിച്ചുപോയി. സ്വന്തം കട്ടിലിൽ കിടക്കുന്ന, ഒരേ റൂമിൽ ഒരേ ബെഡിൽ കിടക്കുന്ന ഭാര്യ അറിഞ്ഞില്ല. ഭർത്താവിൻ്റെ റൂഹം പിടിച്ച് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം നേരത്തെ പോയിട്ടുണ്ടെന്നത് അറിഞ്ഞില്ല. ഇതാണ് ലോകം, ഇതാണ് മനുഷ്യൻ്റെ ജീവിതം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തമില്ലാത്തതൊന്നും ഒരു സെക്കൻഡും നമ്മുടെ ജീവിതത്തിൽ വരരുത് എന്ന് എൻ്റെ അമ്മാറത്താകുന്ന നഫ്സിനോടും എന്നെ കേൾക്കുന്നവരോടും ഓർമ്മപ്പെടുത്തുന്നു. എപ്പോഴും ഖുർആനുമായി ബന്ധപ്പെടാൻ കഴിയണം. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഖുറാത്തങ്ങൾ അള്ളാഹു തആല അവർക്ക് റഹ്മത്ത് ചെയ്തു കൊടുക്കട്ടെ. ഞാനൊരു പ്രസംഗത്തിൻ്റെ ക്ലിപ്പുകളെല്ലാം കേട്ടിട്ടുണ്ടാവും. ഷാഫിഈ ഇമാം റമദാനിൽ 2 ഖത്മ് ഓതിയിട്ടുണ്ട്. റമദാൻ അല്ലാത്തപ്പോൾ 1 ഖത്ത് ഓതിയിട്ടുണ്ട്. അപ്പം എനിക്കും തോന്നി നമുക്കെന്താ പറ്റൂലേ. ഒരു റമദാനിൽ ശ്രമിച്ചു 28 ഖത്മുകൾ തീർത്തു. അല്ലേ, എല്ലാ റമദാനും അങ്ങനെ ചെയ്തു എന്നല്ല. ഒരു റമദാനിൽ ഇരുന്ന് ഞാൻ അങ്ങോട്ട് ഓതി 28 ഖത്മ് വരെ. 28 ജുസ് അല്ല, 28 ഖുൽ ഹുവല്ലാഹ് അല്ല, 28 യാസീൻ അല്ല, 28 ഖത്മുകൾ തീർക്കാൻ കഴിഞ്ഞു. ഖുർആൻ അറിയുന്നവർക്ക് അത്ര അത്ഭുതമല്ല. എപ്പോഴും ഖുർആൻ ഓതുന്ന ആളാണ്. അള്ളാഹു ഒരൊക്കെ ബർക്കത്തുണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ.
ജീവിതത്തിൽ എപ്പോഴും നന്മകൾ ചെയ്യണം. ബർക്കത്തിന് വേണ്ടി ഒരു ചെറിയ സംഭവം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. സ്ഥിരമായി ഖുർആൻ ഓതണം, നന്മ ചെയ്യണം. ഒരിക്കൽ ഒരാൾ സ്ഥിരമായി ഖുർആൻ ഓതുന്ന നല്ല ഒരു മനുഷ്യനുണ്ടായിരുന്നു ഒരു നാട്ടിൽ. എപ്പോഴും ഖുർആൻ ഒഴിവ് കിട്ടുമ്പോൾ വുളൂ ചെയ്ത് ഖുർആൻ എടുക്കും. ഖുർആനിനോട് വല്ലാത്ത മഹബത്ത്, അള്ളാഹിന്റെ കലാമായ ഖുർആൻ, അതിനോട് വല്ലാത്ത മഹബത്ത്. നമ്മളിപ്പോൾ മൊബൈലിനോട് കാണിക്കുന്ന ഒരു മഹബത്തില്ലേ, അതിന്റെ 10-1 ഖുർആനോട് കാണിച്ചിരുന്നെങ്കിൽ നമ്മൾ എപ്പോഴേ നന്നായി പോകും. ഒരു 10-1. ഫോൺ എടുക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, നിസ്കരിക്കും ഒക്കെ ഫോൺ കയ്യിൽ വേണം. അതുപോലെ നമ്മുടെ കൽബിൽ ഖുർആനെ കുറിച്ചുള്ളൊരു ധാരണ വന്നിരുന്നെങ്കിൽ, ചെറുപ്പക്കാരാ, ഉമ്മമാരെ, നമ്മളെപ്പോൾ നന്നായി പോയി. അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. എപ്പോഴും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, അദ്ദേഹം ഇങ്ങനെ പള്ളിയിൽ നിന്ന് ഖുർആൻ ഓതുകയാണ്. കുറച്ചാളുകൾ അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗത്തുമുണ്ട്. അയാളിങ്ങനെ ഖുർആൻ ഓതുന്നു. സൂറത്ത് യാസീനാണ് ഓതി എത്തിയത്. സൂറത്ത് യാസീനാണ്. സൂറത്ത് യാസീൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഓതി അദ്ദേഹം അതാ അത്തഖിദു മിൻ ദൂനിഹി ആലിഹതൻ ഇൻ യുരിദിനി റഹ്മാൻ ബിദുർരിൻ ലാ തുഗ്നി അന്നി ശഫാഅതുഹും ശൈഅൻ വലാ യുൻഖിദൂൻ ഇന്നി ഇദൽ ലഫീ ളലാലിൻ മുബീൻ. ഈ ആയത്ത് അങ്ങ് ഓതി തീരുമ്പോഴേക്ക് അദ്ദേഹം അവിടെ കുഴഞ്ഞു വീണു. അപ്പോൾ തന്നെ മരണവും സംഭവിച്ചുപോയി. ഓതിയ ആയത്ത് എന്താണ്? ഇന്നി ഇദൽ ലഫീ ളലാലിൻ മുബീൻ. അർത്ഥമെന്താണ്? നിശ്ചയമായി ഞാൻ ആ സമയത്ത് വ്യക്തമായ പിഴവിലാണ്. എപ്പോഴും ഖുർആൻ ഓതുന്ന ആളാണ്. പക്ഷെ അവസാനം പറഞ്ഞത് കണ്ടോ? ഇന്നി ഇദൽ ലഫീ ളലാലിൻ മുബീൻ. നിശ്ചയം ഞാൻ ആ സമയത്ത് വ്യക്തമായ പിഴവിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചാ സ്വർഗത്ത് കടക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ആയത്തോതിയിട്ടാണ് ഇദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിന് മയ്യത്ത് കുളിപ്പിച്ചു, കഫൻ ചെയ്തു, ഖബറടക്കിയിട്ട് ഈ ഖുർആൻ ഓതുന്ന പരിസരത്തുണ്ടായിരുന്ന ആളിൽ ആരോ പുറത്തിങ്ങനെ സംസാരം ചർച്ചക്കിടുകയാണ്. എപ്പോഴും ഖുർആൻ ഓതുന്ന നല്ല ആളാന്നല്ലേ നമ്മൾ കുറിച്ച് മനസ്സിലാക്കിയത്. പക്ഷേ മരണപ്പെട്ടപ്പോൾ അവസാനമായി അദ്ദേഹം ഓതിയത് ഇന്നി ഇദൽ ലഫീ ളലാലിൻ മുബീൻ. ഈ ആയത്തോതിയിട്ടാണ് അദ്ദേഹം മരിച്ചത്. അവസാനം പറഞ്ഞ വാക്കതാണ്. സുബ്ഹാനല്ലാഹ്. നാട്ടിലിങ്ങനെ ചർച്ചയാവുകയാണ്. നാട്ടുകാരിങ്ങനെ ചർച്ച ചെയ്ത് കാതോട് കാതിങ്ങനെ മാറുകയാണ്. അപ്പോഴാണ് നാട്ടിലുള്ള പ്രധാനപ്പെട്ട സ്വാലിഹായ ഒരു മനുഷ്യൻ ഈ മരണപ്പെട്ടുപോയ ഖുർആൻ ഓതുമ്പോൾ മരിച്ചുപോയ ആളെ സ്വപ്നത്തിൽ കാണുന്നത്. മാ ഫഅല ബിക റബ്ബുക്, നിങ്ങളെ കൊണ്ട് നിങ്ങളെ റബ്ബ് എന്താണ് കാട്ടിയത്, നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്നാണ് ചോദ്യം. അപ്പൊ ഈ ഖുർആൻ ഓതുമ്പോൾ മരിച്ചുപോയ ആള് ഇദ്ദേഹത്തോട് പറയാണ്, സഹോദരാ, എപ്പോഴും എനിക്ക് ഖുർആൻ ഓതാൻ അല്ലാഹു തആല ഭാഗ്യം തന്നിട്ടുണ്ട്. ഖുർആൻ ഓതൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഗതിയാണ്. പക്ഷെ ഖുർആനിൽ സൂറത്ത് യാസീൻ ഓതുമ്പോൾ ഇന്നി ഇദൽ ലഫീ ളലാലിൻ മുബീൻ, ഞാൻ വ്യക്തമായ പിഴവിലാണ് എന്ന് അർത്ഥം വരുന്ന ആയത്ത് ഓതുമ്പോഴാണ് എന്റെ റൂഹ് പിടിച്ചത്. റൂഹ് പിടിക്കുമ്പോ പിന്നെ മുന്തിക്കും ബിന്ദിക്കൂല, സമയത്തങ്ങ് സംഭവിക്കുമല്ലോ. ആ സമയത്താണ് എന്റെ റൂഹ് പിടിച്ചത്. എന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ചിട്ട് ഖബറടക്കിയിട്ട് ആളുകളെല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ മുൻകർ നകീർ അലൈഹിമുസ്സലാം അവരെന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്ന, മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമൻ ഇഖ്വാനുക വമാ ഇമാമുക, നിങ്ങളുടെ റബ്ബ് ഏതാണ്, നിങ്ങളുടെ നബി ആരാണ്, നിങ്ങളുടെ ഇമാം ഏതാണ്? ഇങ്ങനെ ചോദ്യം എന്റെ അടുക്കലേക്ക് ഇങ്ങ് വന്നപ്പോൾ ഞാൻ നേരത്തെ ഓതിക്കൊണ്ടിരിക്കല്ലേ സൂറത്ത് യാസീൻ, എന്നോട് വന്നിട്ട് ചോദിക്കാണ് മൻ റബ്ബുക, നിങ്ങളുടെ റബ്ബാരാണ് എന്ന ചോദ്യമാണ്. ഞാൻ അതിന് മറുപടി പറയാൻ പോയില്ല. ഞാൻ ഓതിയ സൂറത്തിന്റെ ബാക്കിയം ഓതിക്കൊടുത്തു. ഇന്നി ആമൻതു ബിറബ്ബികും ഫസ്മഊ. നിങ്ങൾ ചോദിക്കുന്ന ഈ റബ്ബില്ലയോ, ആ റബ്ബിന്റെ കലാം ഓതുമ്പോഴാണ് ഞാൻ മരിച്ചത്. ഇന്നി ആമൻതു ബിറബ്ബികും ഫസ്മഊൻ. നിങ്ങളെ റബ്ബില്ലേ, ആ പറയുന്ന റബ്ബിനെ കൊണ്ട് ഞാൻ ഉറച്ചു വിശ്വസിച്ചവനാണ്. ഫസ്മഊൻ,
നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. ഈ മറുപടി അങ്ങ് പറഞ്ഞ് ഈ ആയത്തങ്ങ് വാക്കി ഓതിയപ്പോൾ ഖീല ദുഖുലിൽ ജന്ന, അവര് പറയാണ് സ്വർഗത്തിൽ പോയിക്കോ, സ്വർഗത്തിൽ പോയിക്കോ, ഇനി ചോദ്യമില്ല. അങ്ങനെ ഖബറിന്റെ ഉള്ളിൽ പ്രവിശാലമായ സ്വർഗത്തിന്റെ വാതിൽ തുറന്നു. എനിക്ക് സ്വർഗത്തിന്റെ സന്തോഷം അങ്ങ് കണ്ടപ്പോൾ ഖാല യാ ലൈതനി യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. എനിക്ക് ഈ സ്വർഗത്തിന്റെ സന്തോഷം അങ്ങ് കിട്ടിയിട്ട് വലിയ ബഹുമാനം കിട്ടിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വലിയ റഹ്മത്ത് ചെയ്തപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, ഞാൻ ഈ ആയത്തോതി മരിക്കുമ്പോൾ കേട്ടിരുന്ന ആളെ നാവിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാനൊരു മോശക്കാരനാണ്, എത്ര മോശക്കാരനാണ് എന്നുള്ള ചർച്ച നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ. അവരെങ്ങാനും എനിക്കെന്റെ റബ്ബ് ചെയ്തിരിക്കുന്ന ഈ അനുഗ്രഹം ഒന്നറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. എന്റെ റബ്ബെനിക്ക് മാപ്പ് നൽകിയതും എന്റെ റബ്ബെനിക്ക് വലിയ ബഹുമാനം നൽകിയതും കറാമത്ത് നൽകിയതും എന്റെ ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്റെ കൽബിലങ്ങ് വന്നു. അപ്പോൾ നിങ്ങൾ എന്നെ സ്വപ്നത്തിൽ കാണുകയും നമുക്കിത് സംസാരിക്കാനുള്ള ഭാഗ്യവും കിട്ടിയല്ലോ. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ഖുർആൻ ഓതാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ഇവിടെ നല്ല കസേര നേരത്തെ കൊണ്ടിട്ട് നല്ല ഉഷാറ്, ആ വലിയ കസേര കൊണ്ടുവന്നവർക്കും അല്ലാഹു തആല ബറക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. എല്ലാ സന്തോഷങ്ങളും അല്ലാഹു നൽകട്ടെ. ഭക്ഷണം ഒരുക്കി തന്നവർക്കും അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഞാൻ അതിലിരിക്കാൻ മാത്രം കപ്പാസിറ്റി ഇല്ലാത്ത ആളായത് കൊണ്ടാണ് ഞാൻ അതിലിരിക്കാതിരുന്നത്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഖൈറ് ബറക്കത്ത് നൽകട്ടെ. പക്ഷെ ആരും ഇരുന്നിട്ടില്ലെങ്കിൽ കൊണ്ടുവന്ന ആളെ മനസ്സ് വേദനിക്കും. അതുകൊണ്ടാണ് മറ്റുള്ളവർ അവിടെ ഇരിക്കുന്നത്. അല്ലാഹു എല്ലാവരുടെയും ഖൽബും എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും സന്തോഷവും റാഹത്തും നൽകട്ടെ. നമ്മളെല്ലാവരുടെയും ഖൽബിൽ അല്ലാഹു തആല കിബ്റെടുത്തു മാറ്റി നമ്മളെല്ലാവരുടെയും ഖൽബ് അല്ലാഹു തആല നന്നാക്കി നമ്മളൊരു പാവപ്പെട്ട ആളാണെന്ന ബോധം എപ്പോഴും നമ്മുടെ ഖൽബിൽ അല്ലാഹു തആല ഇട്ടു തന്നു. അല്ലാഹു തആല തന്ന റഹ്മത്തല്ലാത്തതൊന്നും നമുക്കില്ല എന്ന നല്ല ബോധം എപ്പോഴും ഖൽബിലിട്ട് തന്നു. ജീവിതം ഖൈറാകുന്ന സമയം മുഴുവനും ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ നൽകി മരണം ഖൈറാകുന്ന സമയത്ത് എനിക്കും നിങ്ങൾക്കും എന്നെ കേൾക്കുന്നവർക്കും ഓൺലൈനിലുള്ളവർക്കുമെല്ലാം ഏറ്റവും ഖൈറായ ആഖിബത്ത് നന്ന് നീ ഞങ്ങളെ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ. എല്ലാവരും എഴുന്നേൽക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അഹ്മദുല്ലാഹൽ വലി സ്വല്ല അലാ ഖൈരിൻ നബി ബിസ്മി ഖൈരി മുൻജലിയ സയ്യിദി ഖൈറൻ നബി തൗബതൻ തലബ്തു മിൻക യാ ശഫീഅൽ മുദ്നിബീൻ ثوب طاهر عن سواك سيدي خير النبي الصلاة والسلام. الله الصلاة والسلام عليك يا خير النبي. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകട്ടെ. ദുആരക്കാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ കാണുന്നില്ല, എല്ലാ വീടെടുക്കുന്നുണ്ട്. മാഷാ അള്ളാഹ് എല്ലാവർക്കും സ്വർഗത്തിൽ അള്ളാഹു ഖൈറായ വീട് നൽകട്ടെ. എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ. ആ വീട് കാണുമ്പോൾ ഒരു സങ്കടവും ഈ വീട് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ നമുക്ക് നല്ല വീട്ടിൽ കിടന്നുറങ്ങാൻ അള്ളാഹു ദുനിയാവിലും
നാളെ ആഖിറത്തിലും ഭാഗ്യം നൽകട്ടെ. അതിൻ്റെ പണി വേഗം പൂർത്തിയാക്കണം. നമ്മുടെ ഉസ്താദുമാർ താമസിക്കുന്ന വീട് നല്ല സന്തോഷത്തിലാക്കി കൊടുത്താൽ നമുക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ വീട് തരും. അല്ലാഹു സ്വർഗത്തിൽ വീട് നൽകട്ടെ. മഹദിയായ അസിയ ബീവി മരിക്കുന്ന സമയത്ത് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി ഓരോ ശരീരത്തിൻ്റെ പാർട്സിലും ഇരുമ്പ് കമ്പി മുറിച്ചിട്ട് അടിച്ച് കയറ്റുമ്പോൾ മഹദി പറഞ്ഞത് റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിലൊരു വീട് തരണേ അല്ലാ എന്നാണ്. സ്വർഗത്തിലൊരു വീട് തരണേ. അല്ലാഹു തആല മഹദിയുടെ കൂടെ സ്വർഗത്തിലെത്താൻ, അവരുടെ കല്യാണത്തിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കല്യാണത്തിന് ഒരുമിച്ച് കൂടാൻ ഇതിനെ സഹായിക്കുന്നവർക്കെല്ലാം അല്ലാഹു ഭാഗ്യം നൽകട്ടെ. നമ്മുടെ സദസ്സിൽ പങ്കെടുക്കുന്നവരെല്ലാം അല്ലാഹു തആല തുണക്കട്ടെ. എല്ലാവരും ഒരു 3 ദിക്ർ ചൊല്ലൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു തആല സ്വീകരിച്ച് ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാ സന്തോഷവും അല്ലാഹു നൽകട്ടെ. ദിക്ർ ചൊല്ലി മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. നിങ്ങളെല്ലാം സ്വതക്ക കൊടുത്തിട്ടായിരിക്കും അത് തുടങ്ങിയിട്ടുണ്ടാകുക, അത് ഇത്രയും വരെ എത്തിയിട്ടുണ്ടാകുക. ഇനിയും കൊടുത്താൽ അത് പൂർത്തിയാവും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ദിക്ർ ചൊല്ലി ജീവിച്ച് ദിക്ർ ചൊല്ലി മരിച്ച് ദാക്കിരീങ്ങളുടെ സുംറത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു അവസരം നൽകട്ടെ. ഒരു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു 12 അക്ഷരങ്ങളാണ്. നമുക്ക് ആഖിബത്ത് നന്നായി മരിക്കാൻ, നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ഇപ്പോൾ തന്നെ സ്വർഗം ലഭിക്കാൻ, നമ്മൾ മരിച്ച ഖബറിൽ എപ്പോഴാണ് എത്തേണ്ടത് നമുക്കറിയില്ല. ആ സമയത്ത് ഖബറിൽ സ്വർഗീയ സുഖങ്ങൾ ലഭിക്കാൻ നിയത്ത് വെച്ച് അള്ളാഹിൻ്റെ പൊരുത്തത്തിന് നല്ല ഒരു സ്വതക്ക ഒരാൾ പറയണം. ഇപ്പോൾ കൊടുക്കണമെന്നല്ല, കൊടുക്കണം, നിങ്ങൾ സൗകര്യം പോലെ കൊടുത്തോളൂ. ആരെങ്കിലും നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ ഒരു 12,000 പറയാൻ പറ്റുന്ന ഒരാളുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് 12 അക്ഷരങ്ങളാണ്. ആരെങ്കിലും ഒരാൾ ഒരു 12,000 ഉറുപ്പിക അതിൻ്റെ പൂർത്തീകരണത്തിൽ അങ്ങനെ ഒന്നിച്ച് കൊടുക്കാമെങ്കിലും കഷ്ണമായിട്ട് കൊടുക്കുക. 3, 4 അങ്ങനെ 2 അല്ലെങ്കിൽ 3,000 ഉറുപ്പിയോ 4 പ്രാവശ്യം കൊടുത്താൽ 12,000 ഉറുപ്പിയോ അങ്ങനെ കഷ്ണമായിട്ട് കൊടുക്കുക. ഒന്നിച്ച് കൊടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ കൊടുക്കുക. ആരെങ്കിലും ഒരാൾ ഒരു 12,000 ഉറുപ്പിക എൻ്റെ വകയിൽ ഞാൻ കൊടുക്കാം, അതെങ്ങനെങ്കിലും ഒന്ന് പൂർത്തിയാകട്ടെ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അള്ളാഹു ഓർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ കൂട്ടത്തിൽ കൈ ഉയർത്താൻ പറ്റിയ ഏതെങ്കിലും ഒരാൾ ഒരു 12,000 ഉറുപ്പിക എൻ്റെ വകയിൽ ഞാൻ കൊടുക്കാം എന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളുണ്ടാവുമോ? അള്ളാഹു ഓർക്ക് ദുനിയാവും ആഖിറവും വിജയിപ്പിച്ചു കൊടുക്കട്ടെ. ദുനിയാവും ആഖിറവും അല്ലാഹു സന്തോഷമാക്കി കൊടുക്കട്ടെ. എല്ലാ ടെൻഷനും നീക്കണേ അല്ലാ, എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ലാ. ആശുപത്രിയിൽ ചെലവാക്കുന്നതിന് തൊട്ട് കാവല് കൊടുക്കണം റഹ്മാനെ. കിടപ്പ് രോഗികളാക്കല്ലേ അല്ലാ, തളർത്തി കളയല്ലേ അല്ലാ, നടു റോട്ടിൽ മയ്യത്താക്കല്ലേ അല്ലാ. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. നിങ്ങളെ കൂട്ടത്തിലുണ്ടാവുമോ ആരെങ്കിലും ഒരാൾ? നിങ്ങളുടെ ലോൺ കൊടുത്തവരായിരിക്കും, എന്നാലും ഒരു 12,000 എൻ്റെ വകയിൽ കൊടുക്കാം എന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും നിങ്ങളെ കൂട്ടത്തിൽ ഇങ്ങോട്ടൊക്കെ ആരെങ്കിലും ഉണ്ടാവും? ഒരാൾ ഒരു 12,000 ഉറുപ്പിക കൊടുക്കുക. ഇനിയും കുറേ പൈസ ഉണ്ടെങ്കിലേ അത് പൂർത്തിയാവുള്ളൂ. ആരെങ്കിലും ഉണ്ടാവുമോ ഒരു 12,000 കൊടുക്കാൻ പറ്റുന്നയാൾ? അള്ളാഹു ഓർക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം കൊടുക്കട്ടെ. അള്ളാഹു വിഷമങ്ങളെ തൊട്ട് രക്ഷ നൽകട്ടെ. അള്ളാഹു ഖൈർ നൽകട്ടെ. അള്ളാഹു പ്രയാസങ്ങളെ തൊട്ടൊക്കെ രക്ഷപ്പെടുത്തട്ടെ. മാഷാ അല്ലാഹ്. ഓരോ പേരെന്തേനും പ്രസിഡന്റ് പേര് ഹസനബ്ബ. മാഷാ അല്ലാഹ്. ഖൂലു തക്ബീർ. ഓരൊന്നും തക്ബീറില്ല. ഖൂലു തക്ബീർ. ഹസനബ്ബക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ. സയ്യിദുൽ ഖൗമി ഖാദിമുഹും എന്നാണ്. ഏറ്റവും നല്ല ഖിദ്മത്ത് ചെയ്യുന്ന ആള് നേതാവാകണം, നേതാവ് ഖാദിമാകണം. അള്ളാഹുവേ, പ്രസിഡന്റിന് ഒരുപാട് കാലം ഈ നാട്ടിൽ നല്ല റാഹത്തോടെ നേതൃത്വം കൊടുക്കാനുള്ള വലിയ ആഫിയത്ത് നൽകണം റഹ്മാനേ. പ്രസിഡന്റിന്റെ ഉമ്മയും ബാപ്പയും ഹയാത്തിലുണ്ടോ? ഉമ്മയും ബാപ്പയും ഖബറിലാണ്. ഖബർ സ്വർഗമാക്കണം റഹ്മാനേ. ഭാര്യ മക്കളിൽ ബറക്കത്ത് നൽകണം റഹ്മാനേ. അവരെ മഈഷത്തിന്റെ വഴികളിൽ വലിയ സന്തോഷം നൽകണേ അല്ലാഹ്. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ. പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് കവർ കൊടുത്തേക്കണ്ട. നല്ല പൈസ ഇട്ടിട്ട് നാളെ കൊടുത്തേക്കണം. തങ്ങൾ വരികയാണ് ദ്വാരക്കാൻ ഇൻഷാ അല്ലാഹ്. നല്ല പൈസ കൊടുക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹ് ഒരു 12,000 ഉറുപ്പിക കൊടുക്കാൻ പറ്റുന്ന ആളാണ് രണ്ടാമത്തെ ഒരാൾ. അള്ളാഹു ബർക്കത്ത്. ബക്കറ്റ് വരുന്നുണ്ട്, അത് ഇന്നത്തേക്ക് പൈസ ഇട്ട് കൊടുക്കണം. കവർ നാളത്തേക്ക് വാങ്ങുകയും ചെയ്യണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരാണ് ഒരു 12,000 ഉറുപ്പിക കൊടുക്കാൻ പറ്റും? മാഷാ അല്ലാഹ്. ഓറതാ ഉസ്താദ് ആരാ? ഓരോ പേര് പറഞ്ഞ ഉസ്മാൻ സാഹിബ്. അള്ളാഹുവേ, നിങ്ങളെ വാപ്പയും എല്ലാം ഉണ്ടോ? അല്ലാ, വാപ്പക്കും ഉമ്മക്കും മഗ്ഫിറത്ത്.
ബാപ്പക്കും ഉമ്മക്കും മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. ഉസ്മാൻ സാഹിബിന്റെ ഭാര്യ ഖബറിലാണ്. അല്ലാഹുവേ ഖബർ സ്വർഗമാക്കണം റഹ്മാനെ. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിലെ വലിയ ധനികനായിരുന്നു, വലിയ ധർമ്മിഷ്ഠനുമായിരുന്നു. സ്വർഗത്തിൽ മുത്തുനബിന്റെ കൂട്ടുകാരനാണ്. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ ബറക്കത്ത് കൊണ്ട് പ്രിയപ്പെട്ട ഉസ്മാൻ സാഹിബിനും വലിയ റാഹത്ത് നൽകണം റഹ്മാനെ. അവരെ കുടുംബത്തിൽ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാൻ, ഈ നാടിന്റെ വെളിച്ചമായി നിൽക്കാൻ, തണലായി നിൽക്കാൻ ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ പൊരുത്തത്തിൽ നൽകണേ അല്ലാഹ്. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ. അള്ളാഹു സ്വീകരിക്കട്ടെ. ആരാണ് മൂന്നാമത്തെ ഒരാൾ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ഏറ്റെടുക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മളെ പദ്ധതികളൊക്കെ അള്ളാഹു തആല പൂർത്തീകരിച്ച് തരട്ടെ. ആരാണ്? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരുണ്ട് ഒരു 12,000 ഉറുപ്പ്യ കൊടുക്കാൻ പറ്റുന്ന ആള്? നമ്മൾ പൂർത്തിയാക്കി കൊടുക്കണം. നമ്മൾ തന്നെ പൂർത്തിയാക്കണ്ട, വേറെ ആരാ പൂർത്തിയാക്കണ്ടേ? നമ്മൾ ഉസ്താദ്മാർക്ക് നമ്മളെ പള്ളിൻ്റെ കീഴിൽ എടുക്കട്ടല്ലേ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതിൽ നിൽക്കണം എല്ലാറ്റിനും. നാട്ടിന്റെ പേരാ? പൂലബെ. അള്ളാഹുവേ ബർക്കത്ത് ചെയ്യണം. ഓരോരുത്തരെ 12,000. ഞാൻ ബാപ്പാനും ഉമ്മാനും ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഒരു അഡ്രസ്സ് പിടിക്കാനല്ല, മറിച്ച് ഉപ്പക്കും ഉമ്മക്കും ദ്വാരെന്നാൽ വേഗം ഇജാബത്തുണ്ടാവും. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ എന്ന് ഖുർആൻ പറഞ്ഞതല്ലേ. അപ്പോൾ അവർക്ക് ദ്വാരെന്നാൽ വേഗം നമ്മളെ കാര്യം സലാമത്താവും. അതുകൊണ്ടാണ് അലി അബ്ബക്ക് അല്ലാഹ് നീ അവരുടെ മാതാപിതാക്കൾക്ക് റഹ്മത്ത് ചെയ്യണം അല്ലാഹ്. മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്ത മക്കളായി അവരെ സ്വീകരിക്കണം റഹ്മാനെ. അവരുടെ ജീവിതത്തിൽ, അവരുടെ മഈഷത്തിൽ, അവരുടെ ഭാര്യ മക്കളിൽ, കുടുംബത്തിൽ വലിയ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. എന്ത് ഖൈറായ നിയത്ത് ഖൽബിലുണ്ടോ ഈ സ്വദഖയുടെ ബറക്കത്ത് കൊണ്ട് നീ അത് സാധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. ഒരു രോഗവും കൊണ്ട് അവരെ തളർത്തിക്കളയരുത് അല്ലാഹ്. ആഫിയത്ത് തിരിച്ചെടുക്കരുത് അല്ലാഹ്. സ്ഥിരമായി മരുന്ന് കഴിക്കേണ്ടി വരുന്ന ഒരു രോഗവും നൽകല്ലേ അല്ലാഹ്. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ. അല്ലാഹു സ്വീകരിക്കട്ടെ. നാലാമത്തെ ഒരാൾ ആരാണ്? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നാലാമത്തെ ഒരാൾ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആരെങ്കിലും ഉണ്ടാവും? നാലാമത്തെ ഒരാൾ ഒരു 12,000 ഉറുപ്പ്യ. ഞാൻ പറഞ്ഞ പോലെ ഒന്നിച്ച് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് പണി നടക്കല്ലേ, പണി നടക്കുമ്പോൾ അങ്ങനെ കൊടുക്കുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരാണ് ഒരു 12,000 ഉറുപ്പ്യ കൊടുക്കാൻ പറ്റുന്നയാൾ? അള്ളാഹുവെ സ്വീകരിക്കണം റഹ്മാനെ. മാഷാ അല്ലാഹ്. ഓരോ പേരെന്തേനും? മൊയ്തീൻ സാഹിബ്. നല്ല പേരായി നാട്ടുകാർക്ക്. നിങ്ങളെ പേരെന്തേനും? ഹസൻ, നല്ല പേര്. മറ്റൊരു ഉസ്മാൻ. മൂന്നാമത്തെ ആളെ അലി. ഓർ മുഹയ്യദ്ദീൻ. അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. നല്ല പേര്, മഹാന്മാരെ പിടുത്തമുള്ള പേര്. അള്ളാഹുവേ നീ ബർക്കത്ത് ചെയ്ത് കൊടുക്കണം റഹ്മാനെ. ഖൈറ് നൽകണം റഹ്മാനെ. മുഹയ്യദ്ദീൻ സാഹിബിന്റെ ഉമ്മയും ബാപ്പല്ലേ ഹയാത്തിലുണ്ടോ? ഇല്ല. ഇല്ല. അള്ളാഹുവേ ഉമ്മക്കും ബാപ്പക്കും മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. ഭാര്യ മക്കളിൽ സന്തോഷം നൽകണം റഹ്മാനെ. ഖൈറ് നൽകണം റഹ്മാനെ. മഈഷത്തിന്റെ വഴികളിൽ വലിയ ബറക്കത്ത് നൽകണം റഹ്മാനെ. വീട് ഖൈറിന്റെ വീടാക്കണം റഹ്മാനെ. എല്ലാ വിഷയത്തിലും നീ ഖൈറ് നൽകണം റഹ്മാനെ. ഒരു സ്ഥലത്തും ദുനിയാവിലും ആഖിറത്തിലും ഒരാളെ മുമ്പിലും വഷളാക്കരുത് അല്ലാഹ്. ആരെ മുമ്പിലും അദ്ദേഹത്തെയും ഞങ്ങളെയും നീ ഒരു പരിഹാസത്തിലാക്കരുത് റഹ്മാനെ. എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് എപ്പോഴും മുന്നിൽ നിൽക്കാൻ, നാളെ ആഖിറത്തിലും നന്മയുടെ പാർശ്വം പറ്റി മുന്നിൽ നിൽക്കാനുള്ള വലിയ തൗഫീഖ് നൽകണം റഹ്മാനെ. മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ അവർക്കും ഞങ്ങൾക്കും സൗഭാഗ്യം നൽകണം റഹ്മാനെ. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ. അൽഹംദുലില്ലാ. അഞ്ചാമത്തെ ആളാരാ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. മാഷാ അല്ലാഹ്. അഞ്ചാമത്തെ ആരാ? 12,000 കൊടുക്കാൻ പറ്റുന്ന ആൾ. അള്ളാഹു തരും, അള്ളാഹു ഏറ്റെടുക്കും. ഞാൻ കൊടകിൽ വഴലിന് പോയി. കൊടകിൽ, തണുപ്പുള്ള നാട്ടിൽ കൊടകിൽ വഴലിന് പോയി. എരുമാടിൻ്റെ അടുത്തൊരു സ്ഥലമുണ്ട്, അതിൻ്റെ ഒരു ബ്രാഞ്ചാണ്. എന്താണ് സ്ഥലത്തിൻ്റെ പേര്? ചെറിയ പറമ്പ്. അപ്പോൾ അവിടെ കുറച്ച് മുമ്പാണ്, കൊറോണക്ക് മുമ്പാണ് 5 പെൺകുട്ടികളെ കെട്ടിക്കണം. ഇപ്പോൾ പരിപാടി ഉണ്ടോയെന്ന് അറിയില്ല. 5 പെൺകുട്ടികളെ കെട്ടിക്കണ പരിപാടിയാണ്.
അപ്പം ഞാൻ തലേ ദിവസത്തെ വാഴ പിറ്റേ ദിവസം ബായാറ് തങ്ങൾ പെൺകുട്ടികളെ നിക്കാഹ്. അപ്പോൾ പിറ്റേത്തെ വർഷവും 5 പെൺകുട്ടികളെ കെട്ടിക്കണമുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ വാഴ പറഞ്ഞിട്ട് നിങ്ങൾ ഒരു കുട്ടിനെ കെട്ടിക്കണ പരിപാടി പൈസ ഇന്നുണ്ടാക്കി തരണം, ബാക്കി തങ്ങന്മാലും നാളെ ആയിക്കോളും 4 കുട്ടികളത്. അപ്പോൾ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നാണ് എൻ്റെ പ്രസംഗത്തിൻ്റെ വിഷയം. മുത്തനബിൻ്റെ ഭാര്യമാർ സല്ലല്ലാഹു അലൈഹി റസൂലല്ലാഹ്. വാഴ കഴിഞ്ഞു. അപ്പം ഞാനിങ്ങനെ പിരിവ് വെച്ചപ്പോൾ സ്റ്റേജിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ഒരു കുട്ടിനെ കെട്ടിക്കണ്ടേ ഞാൻ തരാമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, ആകെ ഒരു കുട്ടിനെ കെട്ടിക്കാനേ എന്നോട് പിരിപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ സ്റ്റേജിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ഒരു കുട്ടിനെ കെട്ടിക്കേണ്ട പൈസ ഞാൻ തരാമെന്നു. അപ്പോൾ പിന്നെ അല്ലേ കമ്മിറ്റിക്കാർക്ക് ഉഷാറായി. ഓരോ പറഞ്ഞു, അവന് ബാക്കി ഉസ്താദിനെ ചോദിച്ചോ നല്ലതെന്നും. അങ്ങനെ ചോദിക്കണ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞത്, കന്നഡയിൽ ഒരു എഴുത്തു കൊണ്ടുവന്നു സദസ്സെന്ന് ഒരാൾ. എനിക്ക് കന്നഡ വായിക്കാൻ അറിയില്ല. അപ്പോൾ ഞാനത് അവിടെ കൊടുത്തു. അവർ വായിച്ചു. അപ്പോൾ എന്താ ഉള്ളതെന്നറിയോ, പൈസ ഇല്ലാത്തതുകൊണ്ട് വീടിൻ്റെ പണി നടക്കാണ്ടിരിക്കുക. വീടിൻ്റെ പണി പകുതി കേട്ടുള്ളത്. 5000 രൂപ സംഭാവന അടുത്ത വർഷത്തേക്ക്. 5000 റുപ്യ സംഭാവന. എന്തിനാ? പൊരൻ്റെ പണി പൂർത്തിയാകാൻ. എനിക്ക് ഭയങ്കര അത്ഭുതവും വല്ലാത്തൊരു താല്പര്യവും തോന്നി അദ്ദേഹത്തോട്. ആരാണ് എഴുതിയെന്നറിയില്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 5000 രൂപയുണ്ടെങ്കിൽ 10 ചാക്ക് സിമെന്റ് വാങ്ങി വീട്ടിൻ്റെ പണി തുടങ്ങലാണ് സാധാരണ ബുദ്ധി. സാധാരണ ബുദ്ധി അങ്ങനല്ലേ? പക്ഷേ ഇതൊരു ഈമാനാണ്. നല്ല സദസ്സിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഭാര്യമാരുടെ മദ്ഹ് പറഞ്ഞ്, തങ്ങളെ മദ്ഹ് പറഞ്ഞ ഒരു സദസ്സിൽ, കുറേ മോമിനീങ്ങൾ ഉള്ള സദസ്സിൽ ഒരാൾ ദ്വാരന്നിട്ട് ബാക്കിയുള്ള ആൾ ആമീൻ പറഞ്ഞാൽ, ദ്വാരക്കുന്ന മോശക്കാരനാണെങ്കിലും ആമീൻ പറയുന്ന ആളെ ദുആ വലിയ ജാബത്തുണ്ടാവുമല്ലോ. അല്ലാഹു നമ്മളെല്ലാം കൽബ് നന്നാക്കി തരട്ടെ. അപ്പം അങ്ങനെ ദ്വാരന്നാൽ എൻ്റെ വീട് അടുത്തൊല്ലാകുമ്പോഴത്തേക്ക് പൂർത്തിയായാൽ 5000 കൊടുക്കാൻ എന്താ നഷ്ടം? അങ്ങനത്തെ ചിന്ത തന്നെ നല്ലതാണ്, ഈമാനാണ്. ഞാൻ നല്ല ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിന് ദ്വാരുന്നു. അൽഹംദുലില്ലാ. പിന്നീട് എൻ്റെ മുത്താലിങ്ങളൊക്കെ ഉണ്ട് അവരോടൊക്കെ ഞാൻ ചോദിച്ചു. അന്ന് എനിക്ക് നല്ല ദിവസമുണ്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന്. മാഷാ അല്ലാഹ്, അള്ളാഹു തആല റാഹത്തിലാക്കി കൊടുക്കട്ടെ, നമുക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പം കടത്തിൽ മുങ്ങിപ്പോയ ആളുണ്ടോ, കടത്തിൽ പെട്ട് ഇടങ്ങാറ്, അവരൊന്നും കൊടുക്കണ്ട കേട്ടോ. ഓരോന്നിക്കും കൊടുക്കണം, ഓരോ കടം വീട്ടാൻ വേണ്ട. അതല്ലാതെ വലിയ വിഷമങ്ങൾ, സാധാരണ എല്ലാവർക്കും വിഷമങ്ങൾ ഉണ്ടാവും. ലുലുവിൻ്റെ മുതലാളി എം എ യൂസുഫ് അലിയും പീടിക തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിഷമം ആയിരിക്കും തീരൂല. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ദുനിയാവിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു പീടിക തുടങ്ങി അപ്പുറത്ത് പീടിക, അതിന് കടം വാങ്ങും, അതങ്ങനെ ഉണ്ടാവും. അങ്ങനത്തെ കടല്ല. ഒരാൾ പെട്ടുപോയി ആകെ കടത്തിൽ എന്തെങ്കിലും കിറ്റ് കിട്ടിയിട്ട് വേണം ജീവിക്കാൻ. അങ്ങനത്തെ മനുഷ്യന്മാരെ കൊടുക്കണ്ട, വയൽ കേട്ടാലൊന്നും കൊടുക്കണ്ട. അതല്ലാത്ത കുറേ നമ്മളെ സാധുക്കളെല്ലാം ഉണ്ട്. സാധുക്കൾ തന്നെ ആയിരിക്കും അധികവും, എന്നാലും കൊടുക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ഖൈർ നൽകട്ടെ. 5ാമത്തെ ഒരാളുണ്ടാവോ? ഉണ്ടെങ്കിൽ അള്ളാഹുർക്ക് ദുനിയാവും ആഖിറവും സന്തോഷമാക്കി കൊടുക്കട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരെങ്കിലും ഒരാളും കൂടെ ഉണ്ടാവും 5ാമത്തെ ഒരാൾ പൂർത്തിയാക്കാൻ വേണ്ടി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ഏറ്റെടുക്കട്ടെ, അള്ളാഹു നിഅമത്ത് ചെയ്യട്ടെ. അള്ളാഹുവെ നീ കബൂലാക്കണം റഹ്മാൻ. ഒരു ബാപ്പയും മോനും കൂടിയാലും മതി, ജ്യേഷ്ഠനും അനുജനും കൂടിയാലും മതി. ഒരു 12,000 റുപ്യ കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? അള്ളാഹു ബർക്കത്ത്. 2 കൂട്ടുകാർ കൂടിയിട്ടാലും മതി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു 12,000 കൊടുക്കാൻ പറ്റുന്ന ആരാ? ഉസ്താദോ? സഹദി ഉസ്താദ്. അല്ലാഹ് മാഷാ അല്ലാഹ്. അല്ലാഹുവേ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അല്ലാഹ് നീ സ്വീകരിക്കണം റഹ്മാനെ, ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഉസ്താദുമാർക്കൊക്കെ അവർക്ക് ചെറിയ ശമ്പളത്തിൽ, ഉസ്താദിൻ്റെ അവസ്ഥ എനിക്കറിയില്ല, ചെറിയ ശമ്പളത്തിനൊക്കെ ജോലി നമ്മൾ അധികവും ഉസ്താദുമാർ ദഅവത്തിൻ്റെ മാർഗത്തിലും മഈഷത്തിൻ്റെ വഴികളിലും ഉസ്താദിന് വലിയ റിഫഅത്ത് നൽകണം റഹ്മാനെ, വലിയ ഉയർച്ച നൽകണം റഹ്മാനെ. ഉസ്താദിൻ്റെ ഉമ്മയും ബാപ്പയെല്ലാം ഹയാത്തിലുണ്ടോ? ഉസ്താദെ ഉമ്മയുണ്ട്, ബാപ്പയില്ല. ഉമ്മക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ആ തണൽ നീട്ടിക്കൊടുക്കണം റഹ്മാനെ. ബാപ്പൻ്റെ ഖബറിലേക്ക് ഇപ്പോൾ തന്നെ ഈ ഇൽമിൻ്റെ, ഈ മദ്ഹിൻ്റെ, ഈ സ്വദഖയുടെ സവാബ് ആ ബാപ്പൻ്റെ ഖബറിലേക്ക് എത്തിച്ച് ഏറ്റവും സ്നേഹമുള്ള ബാപ്പയായി, മകനായി, ബാപ്പക്ക് പൊരുത്തമുള്ള മകനായി ഉസ്താദിനും, ഉസ്താദിന് ഖിദ്മത്ത് ചെയ്ത ബാപ്പക്ക് ഖിദ്മത്ത് ചെയ്ത മകനായി ഉസ്താദിനെയും നീ ഏറ്റെടുക്കണം റഹ്മാനെ. ആ ബാപ്പയ്ക്ക് ഇപ്പോൾ തന്നെ സ്വർഗീയ വാതിലുകൾ നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. എന്തെങ്കിലും ജീവിതത്തിൽ പാകപ്പിഴവുകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ നിന്റെ അഫ്വ് കൊണ്ട് മാപ്പ് കൊടുക്കണം റഹ്മാനെ, നീ ഏറ്റെടുക്കണം റഹ്മാനെ. ഈ സദസ്സിന്റെ സന്തോഷം, ആമീൻ പറയുന്ന മക്കളുടെ ബറക്കത്ത് എല്ലാം നീ അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ഉസ്താദിന്റെ ഭാര്യ മക്കളിൽ, കുടുംബങ്ങളിലൊക്കെ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ. അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഇനി ആരുണ്ടോ? 6ാമത്തെ ഒരാള്. മാഷാ അല്ലാഹ്. 12,000 അല്ലേ? എന്താ പേര്? അബ്ദുർ റഷീദ്. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ. ഉമ്മയും ബാപ്പയും ആഫിയത്തിനുണ്ട്. മാഷാ അല്ലാഹ്. ഒരാൾക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അത്. ഉമ്മയും ബാപ്പയും ഉള്ളത് കാലം വരെ നമ്മൾ ചെറിയ മക്കളാ അല്ലേ? മോനെ എന്നല്ലേ ഉമ്മ വിളിക്കുക? ഉസ്താദേന്ന് വിളിക്കുവോ? ഇല്ല. ഹംസ മിസ്ബാഹിനെ ഉസ്താദേന്ന് വിളിക്കുവോ? ഉമ്മ ഇല്ല, മോനേന്നാ വിളിക്കുക. അപ്പോൾ ഉമ്മയുള്ള കാലം വരെ
ഞാൻ ചെറിയ കുട്ടിയാണ്, എൻ്റെ വാപ്പ ഖബറിലാണ്. അള്ളാഹുവേ, വാപ്പക്ക് ഈ ബാദിൻ്റെയും ഈ സന്തോഷങ്ങളുടെയൊക്കെ പ്രകാശം എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അപ്പോൾ ഉമ്മയുള്ള കാലം വരെ ഞാൻ ചെറിയ കുട്ടിയാണ് ഉമ്മൻ്റെ മുമ്പിൽ. ഉമ്മ മരിച്ചാൽ ഞാൻ വൃദ്ധനാണ്. അള്ളാഹു നമുക്ക് ഉമ്മ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം. നിങ്ങളെ പേരെന്താണ് പറഞ്ഞത്? അബ്ദുർ റഷീദ്. അള്ളാഹു അബ്ദുർ റഷീദിൻ്റെ ഉമ്മ വാപ്പമാർക്ക് ആഫിയത്ത് നൽകണം റഹ്മാനെ. ഭാര്യ മക്കളിലുണ്ടോ? അള്ളാഹുവെ ഭാര്യ മക്കളിൽ ബറക്കത്ത് നൽകണം റഹ്മാനെ. ഖൈറിൻ്റെ വഴികൾ തുറന്നു കൊടുക്കണം റഹ്മാനെ. ജീവിതത്തിൻ്റെ മാർഗങ്ങളെല്ലാം വലിയ ബറക്കത്ത് നൽകണം റഹ്മാനെ. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്തേറ്റി തങ്ങളെ കാണാനുള്ള സൗഭാഗ്യം നൽകണം റഹ്മാനെ. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ. ഏഴാമത്തെ ഒരാളുണ്ടോ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു ഏറ്റെടുക്കട്ടെ. ഏഴാമത്തെ ആരെങ്കിലും ഉണ്ടോ? അൽഹംദുലില്ലാഹ്. ഹനീഫ് വൈസ് പ്രസിഡന്റ് ആണ്. ഹനീഫ സാഹിബ്. അള്ളാഹുവേ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. ഉമ്മ വാപ്പമാരുണ്ടോ? ഇല്ല. ഉമ്മയും ബാപ്പയും ഖബറിലാണ്. ആ ഇരുട്ടറ നീ പ്രകാശപൂരിതമാക്കണം റഹ്മാനെ. മണ്ണറ മണിയറയാക്കണം റഹ്മാനെ. എല്ലാ സന്തോഷങ്ങളും അവർക്ക് നൽകണം റഹ്മാനെ. ഈ സ്വതക്ക അവർക്ക് വലിയ സന്തോഷമാക്കണം റഹ്മാനെ. ഉമ്മ വാപ്പമാർക്ക് ഖിദ്മത്ത് ചെയ്ത മകനായി പ്രിയപ്പെട്ട ഹനീഫ് സാഹിബിനെ നീ പെടുത്തണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ ഭാര്യയിലും മക്കളിലുമൊക്കെ ബറക്കത്ത് നൽകണം റഹ്മാനെ. മരണപ്പെട്ടു പോയ ബാപ്പ ഉമ്മമാരുണ്ട്. അള്ളാഹുവേ, അവരിപ്പോൾ സ്വതക്ക ചെയ്തതിന്റെ ഫലമാ ഉമ്മന്റെ ബാപ്പന്റെ ഖബറിലേക്ക് അള്ളാഹ് എത്തിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന ഖൽബാണ്. എന്നാൽ മരണപ്പെട്ടു പോയാൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു പരമ്പരയെ നീ നിലനിർത്തി കൊടുക്കണം റഹ്മാനേ. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്തേറ്റ് തങ്ങളെ കാണാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനേ. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ. അള്ളാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. എട്ടാമത്തെ ഒരാളുണ്ടാവും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മാഷാ അല്ലാഹ്. ഉസ്മാൻ. മാഷാ അല്ലാഹ്. ഉസ്മാൻ ഹാജി. അള്ളാഹുവേ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അള്ളാഹ് ഉമ്മയുണ്ട്, ഉമ്മക്ക് ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. ബാപ്പന്റെ ഖബർ സ്വർഗമാക്കണം റഹ്മാനെ. വലിയ ബറക്കത്ത് നൽകണം റഹ്മാനെ. ഖൈർ നൽകണം റഹ്മാനെ. എല്ലാ സന്തോഷങ്ങളും നൽകണം റഹ്മാനെ. ഒരുപാട് കാലം ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഈ നാട്ടിനെ നയിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. ഉമ്മക്ക് റാഹത്ത് കൊടുക്കണേ അല്ലാ, അപ്പക്ക് സന്തോഷം കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും ഖിദ്മത്ത് ചെയ്ത മകനായവരെ സ്വീകരിച്ച് അവരെ പരമ്പര അങ്ങനെ തന്നെ അവർക്ക് നല്ല ഖിദ്മത്ത് ചെയ്യുന്നവരായി, അവർ മരിച്ചാലും ഓർമ്മിക്കുന്ന മക്കളായി പരമ്പരയായി നിലനിർത്തി കൊടുക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാവല് കൊടുക്കണം റഹ്മാനെ. ചെറുതും വലുതുമായ അപകടങ്ങളെ തൊട്ട് രക്ഷ നൽകണം റഹ്മാനെ. ദുനിയാവിലും നാളെ ആഖിറത്തിലും ഒരു ഖൈറും തടയല്ലേ അല്ലാ. എല്ലാ ശർറുകളെ തൊട്ടും കാവല് നൽകണം റഹ്മാനെ. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ. ഒൻപതാമത്തെ ആളാരാണ്? അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഓറെ പേരെന്താണ്? ഹംസ. ബേക്കുന്ന ഒരാൾ. മാഷാ അല്ലാഹ്. അല്ലാഹ് മുഹമ്മദ്. നമ്മുടെ പേരെന്തേനും? ഹംസ. വബി ഹംസത്തുൽ കറാരി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വസയ്യിദി ശുഹദാഇ. ഈ ഉമ്മത്തിന് വേണ്ടി ഖൽബ് വരെ പറിച്ച് സംഭാവന നൽകിയ മഹാൻ, ശുഹദാക്കളെ നേതാവായി നാളെ സ്വർഗത്തിലെത്തുന്ന മഹാനായ ഹംസത്തുൽ കറാർ തങ്ങളെ ബറക്കത്ത് കൊണ്ട് ഹംസ സാഹിബിന് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. നിന്റെ പൊരുത്തത്തിൽ നീ നൽകിയ സമ്പത്തിൽ വലിയ അഭിവൃദ്ധി നൽകണം റഹ്മാനെ. നിങ്ങൾ ഉമ്മ വാപ്പയിലെ ഹയാത്തിലുണ്ടോ? മരിച്ചുപോയി. അല്ലാഹുവേ, അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണം റഹ്മാനെ. അവർക്ക് ഖിദ്മത്ത് ചെയ്ത മകനായി ഇവരെ സ്വീകരിക്കണം റഹ്മാനെ. അവർക്ക് പരമ്പര അല്ല ഉഖ്റവിയായ സ്വാലിഹീങ്ങളുടെ പരമ്പര നിലനിർത്തി കൊടുക്കണം റഹ്മാനെ. എല്ലാ പ്രതിസന്ധികളും തീർക്കണേ അല്ലാ. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ. ഓറെ പേരെന്തേനും? മുഹമ്മദ്. അല്ലാഹുവേ ബറക്കത്ത് കൊടുക്കണം റഹ്മാനെ. 10 പൂർത്തിയായി. അൽഹംദുലില്ലാഹ്. നീ സ്വീകരിക്കണം റഹ്മാനെ. നിങ്ങൾ ഉമ്മ വാപ്പയിലെ ഹയാത്തിലുണ്ടോ?
ബാപ്പ ഉണ്ട്, ഉമ്മ മരിച്ചുപോയി. അല്ലാഹുവേ ഉമ്മക്ക് മഗ്ഫിറത്ത് നൽകണം റഹ്മാനേ. ആമീൻ പറ. ഉമ്മക്ക് മഗ്ഫിറത്ത് നൽകണം റഹ്മാനേ. ഉമ്മന്റെ ദറജയേറ്റി കൊടുക്കണം റഹ്മാനേ. ഉമ്മ ഖബറിൽ പ്രയാസത്തിലാണെങ്കിൽ റാഹത്തിലാക്കി കൊടുക്കണം റഹ്മാൻ. റാഹത്തിലാണെങ്കിൽ ഇനിയും റാഹത്ത് നീട്ടി നീ വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാൻ. മകനോട് പൊരുത്തമുള്ള ഉമ്മയാക്കി കൊടുക്കണം റഹ്മാൻ. യാ റബ്ബന ബാപ്പക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാൻ. ഭാര്യ മക്കളിൽ സന്തോഷം നൽകണം റഹ്മാനെ. എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി വലിയ റാഹത്ത് നൽകണം റഹ്മാനെ. ഞങ്ങൾക്കും അവർക്കും സ്വർഗത്തിൽ ഖൈറായ വീട് നൽകണം അല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനുള്ള സൗഭാഗ്യം ഈ സദസ്സ് മുഖേന നൽകണേ അല്ലാഹ്. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ. സൗദിയിലെ ഷെരീഫ് നിങ്ങളെ അളിയൻ അനുജൻ മാഷാ അല്ലാഹ് ഷെരീഫ് സൗദിയിൽ നിന്ന്. അല്ലാഹുവേ നീ ആ പ്രിയപ്പെട്ട കൂട്ടുകാരന് ആഫിയത്ത് നൽകണം റഹ്മാനേ. ആമീൻ പറ. ആഫിയത്ത് നൽകണം റഹ്മാനേ. ഇന്നഹു കുല്ലു വഹത ബിഖലാഇൽ ഇറാബി തിബ്ബിരി കശിഫാമിൻ دائه خير النبي لا إله إلا الله جل لا إله മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രിയപ്പെട്ട ഷരീഫിന് ബറക്കത്ത് ചെയ്യണം റഹ്മാൻ. തടിക്ക് നല്ല ആഫിയത്ത് കൊടുക്കണം റഹ്മാൻ. മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅസാലത് ബിലംസിഹാ കുല്ല ദാഇൻ അക്ബറതുഹു അത്ബത്തും വഇസാഉ. രോഗികളും ഡോക്ടർമാരുമൊക്കെ വലിയ രോഗമാണ് എന്ന് പേടിച്ച എത്ര രോഗങ്ങളാണ് നബുവത്തിന്റെ കരസ്പർശനം കൊണ്ട് മാഞ്ഞുപോയതില്ലാതെ പോയത്. തങ്ങളെ മദഹാണ് ചൊല്ലിയതല്ലോ. തങ്ങളെ മദഹിന്റെ ബറക്കത്ത് കൊണ്ട് പ്രിയപ്പെട്ട സ്നേഹിതന് പൂർണ്ണമായ ആഫിയത്തും റാഹത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. ഭാര്യ മക്കളിൽ ഖൈർ നൽകണം റഹ്മാനേ. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ. മാഷാ അല്ലാഹ് 11 നാളായി. ഇനി ആരെങ്കിലും ഉണ്ടോ? 12ാമത്തെ ഒരാളുണ്ടോ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ഏറ്റെടുക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ ഒരു 6000 പറയാൻ പറ്റുന്ന ആളാരാളെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു 6000 കൊടുക്കാൻ പറ്റുന്ന ആളുണ്ടോ? നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു 6000 പറയാൻ പറ്റുന്ന ആളുണ്ടോ? 12 എത്ര? 12. മാഷാ നമ്മുടെ ഹുസൈൻ സാഹിബ് ഭക്ഷണം കഴിച്ച മൂപ്പരെ വീട്ടിൽ നിന്ന് നല്ല ഫുഡ് ഉണ്ടാക്കി. അള്ളാഹുവേ ഞങ്ങൾക്ക് ഓർക്കും നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ അള്ളാഹു ഭക്ഷണം നൽകട്ടെ. അവരുടെ ഭാര്യക്കും കുട്ടികൾക്കൊക്കെ അള്ളാഹുവേ ബർക്കത്ത് കൊടുക്കണം റഹ്മാന്. വലിയ തൗഫീഖ്. എന്താ പറഞ്ഞ മകൻ്റെ പേരെന്താ പറഞ്ഞ? തൗസീഫോ? തൗസീഫ്. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. അള്ളാഹു ഖൈർ കൊടുക്കട്ടെ. മോൻ്റെ പേരെന്താ? മകളെന്താണ്? ആയിഷ തൻസാന്ന്. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ. മക്കൾക്കും കുടുംബത്തിനൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ദ്വാരക്കും അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. മാഷാ അല്ലാഹ്. നമ്മുടെ ഹുസൈൻ സാഹിബിന് ബർക്കത്ത് കൊടുക്കണം റഹ്മാനെ. കുടുംബത്തിൽ ഖൈർ നൽകണം റഹ്മാനെ. എല്ലാ സന്തോഷങ്ങളും നൽകണം റഹ്മാനെ. ഉസ്താദുമാരെയും സാദാത്യങ്ങളൊക്കെ വല്ലാതെ സ്നേഹിക്കുന്നവരാണ് ഈ നാട്ടുകാർ. പ്രത്യേകിച്ച് നമ്മുടെ ഹാജിയാർ. അള്ളാഹുവേ ഹാജിയാർ തന്നെ വായിന്ന് വീഴുന്നു. അള്ളാഹുത്തല പെട്ടെന്ന് ഹജ്ജ് ചെയ്യാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹുവേ നീ ഹജ്ജിന് പോകാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ. ആഫിയത്ത് നൽകണം റഹ്മാനെ. മുത്തുനബിയെ സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം കൊടുക്കണം റഹ്മാനെ. തങ്ങളെ കാണാനുള്ള സൗഭാഗ്യം നൽകണം റഹ്മാനെ. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ. നിങ്ങളോ ഉമ്മയും ബാപ്പയെല്ലാം ഹയാത്തിലുണ്ടോ? ഇല്ലേ? അള്ളാഹുവേ അവർക്ക് മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ. 12 ആളായി. 12,000 തരുന്ന അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ 13ാമത്തെ ഒരാൾ. ഇല്ലെങ്കിൽ 6000 റുപ്യ പറയാൻ പറ്റുന്ന ആളാരാളെ? ഒരു 6000 പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ നിങ്ങളെ കൂട്ടത്തിൽ? അൽഹംദുലില്ലാ 6000 റുപ്യ. ഓരോ പേരെന്താ? നിങ്ങളെ അനുജനാ? മാഷാ അല്ലാഹ്. ചില കുടുംബങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അബൂബക്കർ സാഹിബിന് ബർക്കത്ത് കൊടുക്കണം റഹ്മാനെ. ഈ ഉമ്മത്തിൽ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്.
ഈ ഉമ്മത്തിലെ ഒന്നാമനാണ് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ്. അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അബൂബക്കർ സാഹിബിന് ആഫിയത്ത് കൊടുക്കണം അല്ലാഹ്. ഉമ്മ വാപ്പമാർ അല്ലാഹുവേ ഖബർ സ്വർഗ്ഗാക്കണം റഹ്മാനെ. ഭാര്യ മക്കളിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. മഈഷത്തിന്റെ വഴികളിൽ സന്തോഷം നൽകണം റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ. ഇനി ആരെങ്കിലും ഒരു 6000 പൂർത്തിയാക്കാൻ പറ്റുന്ന ആള്? ഇംതിയാസ്, പ്രസിഡന്റിന്റെ മകനാണ് ഇംതിയാസ്. 6000 റുപ്യ. അല്ലാഹുവേ ബർക്കത്തിക്കണം റഹ്മാനെ. ഖൂലു തക്ബീർ. അതൊരു എന്ന് പോയി. അതൊരു സുബ്ഹാനല്ലാഹ് എന്ന കണ്ടീഷൻ ആയിട്ടില്ല. തക്ബീർ എന്ന് പറഞ്ഞാൽ ഉറക്ക ചെല്ലുന്നതിനൊന്ന്, ജയിച്ചിട്ട് ചെല്ലുന്നതിന് തക്ബീർ എന്ന്. അല്ലാഹു അക്ബർ. ഉറക്ക പറയണം. ഖൂലു തക്ബീർ. അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഇംതിയാസിന് സന്തോഷം നൽകണം റഹ്മാനെ. എന്ത് ഖൈറായ നിയത്തുണ്ടോ നല്ല റാഹത്ത് നൽകണം റഹ്മാനെ. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ. 13 ആളായി. ഇനി ആരാ ഒരു 6000 തന്ന ആള്? ഇമ്രാൻ സാഹിബ്, അടുത്ത പള്ളിന്റെ പ്രസിഡന്റാ. മാഷാ അല്ലാഹ്, ചെറുപ്പക്കാരൻ. അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ഉമ്മയും ബാപ്പയിൽ ഹയാത്തിലുണ്ടോ മോനെ? ഇല്ല. അല്ലാഹ് ഉമ്മക്കും ബാപ്പക്കും മഗ്ഫിറത്ത് കൊടുക്കണം റഹ്മാനെ. ഇമ്രാൻ ഖൈർ നൽകണം റഹ്മാനെ. ഭാര്യ മക്കളിൽ സന്തോഷം നൽകണം റഹ്മാനെ. വലിയ ഖൈർ ബറക്കത്ത് നൽകണം റഹ്മാനെ. ഒരുപാട് സമയം നമ്മുടെ മഹല്ലിനോട് നമ്മൾ സ്നേഹിച്ച് ഇവിടെ വന്ന് പരിപാടി കഴിയുന്നവരെ ഇരുന്നു. അല്ലാഹുവേ എല്ലാ ഖൈറായ സംഗതികളിൽ നീ വലിയ നേതൃത്വം നൽകണം റഹ്മാനെ. വലിയ ബറക്കത്ത് നൽകണം റഹ്മാനെ. സന്തോഷം നൽകണേ അല്ലാഹ്. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ. അതിന്റെ ബാക്കിൽ കൂടി കൊടുക്കാൻ പറ്റുന്ന ഒരു 6000 ആരാള്? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മാഷാ അല്ലാഹ്, ഒരു ചെറുപ്പക്കാരൻ ഷമീർ. അല്ലാഹുവേ ബർക്കത്ത്. ഇതെല്ലാം എഴുതുന്നുണ്ടോ ആരും? എഴുതുന്നുണ്ടോ? അല്ലാഹുവേ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഷമീറിന്റെ ഉമ്മയും ബാപ്പയിൽ ഹയാത്തിലുള്ള മോനെ. അല്ലാഹ് ഉമ്മക്കും ബാപ്പക്കും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ. നിങ്ങൾ കല്യാണം കഴിച്ചോ? കഴിഞ്ഞു. പുതിയാപ്പിളയാണ് അറൂസ്. അല്ലാഹുവേ ബർക്കത്ത് കൊടുക്കണം റഹ്മാനെ. നല്ല കുടുംബജീവിതം നൽകണം റഹ്മാനെ. നല്ല സന്തോഷം നൽകണം റഹ്മാനെ. ഭാര്യക്കും അദ്ദേഹത്തിനും ഭാര്യന്റെ കുടുംബത്തിനും ഒക്കെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. എല്ലാ റാഹത്തും നൽകണേ അല്ലാഹ്. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ. ഇപ്പം 14 ആളായി അല്ലേ? 6 ആളല്ലേ? 12 ആളും. ഇപ്പോൾ 14 ആളായി. ഇനി ആരാ? ഒരു 6000 പറയുന്ന ആൾ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു കബൂൽ. മാഷാ അല്ലാഹ്. നിങ്ങളെ പേരെന്താ? അബ്ദുൽ ജലീൽ. അല്ലാഹുവേ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. നിങ്ങളെ ഉമ്മയും ബാപ്പയിൽ ഹയാത്തിലുണ്ടോ? മാഷാ അല്ലാഹ്. ഉമ്മക്കും ബാപ്പക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ഭാര്യ മക്കളിൽ സന്തോഷം നൽകണം റഹ്മാനെ. എല്ലാ നിഅമത്തിനും തൗഫീഖ് നൽകണം റഹ്മാനെ. എല്ലാ ശർറുകളെ തൊട്ടും കാവൽ നൽകണം റഹ്മാനെ. പരിശുദ്ധ ഹജ്ജ് ഉംറക്ക് സിയാറത്തിന് ഭാഗ്യം നൽകണം റഹ്മാനെ. മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള സൗഭാഗ്യം നൽകണം റഹ്മാനെ. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ. അത് പൂർത്തിയാക്കാൻ ഒരു 6000. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മാഷാ അല്ലാഹ്. അബ്ദുൽ കരീം. ഒരു മിനിറ്റ്. അബ്ദുൽ കരീം സാഹിബ് അല്ലേ? പ്രായം. മാഷാ. നിങ്ങൾ ബാപ്പയിൽ ഹയാത്തിലുണ്ടോ? അല്ലാഹ് നീ മഗ്ഫിറത്ത് കൊടുക്കണം റഹ്മാനെ. അബ്ദുൽ കരീം സാഹിബിന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. എന്ത് ഖൈറായ നിയത്തുണ്ടോ അതെല്ലാം നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. ഈ സ്വതക്ക കൊണ്ട് വലിയ സന്തോഷം അവരുടെ ജീവിതത്തിലും നാളെ ആഖിറത്തിലും നൽകണേ അല്ലാഹ്. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ. അപ്പൊ 15 ആളായില്ലേ? അഷ്റഫ് യസ്സം. അല്ലാഹുവേ ബർക്കത്ത് കൊടുക്കണം റഹ്മാനെ. 6000 അല്ലേ? ഓൺലൈനാ? അല്ലാഹുവേ ബർക്കത്ത് കൊടുക്കണം റഹ്മാനെ. ഖൈർ നൽകണം റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും തീർക്കണം റഹ്മാനെ. എല്ലാ നിഅമത്തും അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുണ്ടെങ്കിൽ മഗ്ഫിറത്ത് കൊടുക്കണം റഹ്മാനെ. ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. എന്ത് ഖൈറായ നിയത്തുണ്ടോ നീ അത് പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ. ആരാണ് എൻ്റെ ബേക്കിൽ ഒരു 6000 കൊടുക്കാൻ പറ്റുന്നയാൾ? അല്ലാഹു കബൂൽ. മാഷാ. നിങ്ങളെ പേരെന്താ?
അഷ്റഫ് ഇപ്പൊ പറഞ്ഞ ആൾ 2 അഷ്റഫും കൂടിയിട്ട് മാഷാ അല്ലാ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ. നിങ്ങളെ വാപ്പയും മേലെ ഹയാത്തിലുണ്ടോ? വാപ്പ മരിച്ചുപോയി, ഉമ്മ ഉണ്ട്. അള്ളാഹുവേ ബാപ്പക്ക് മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. ഖബർ സ്വർഗമാക്കണം റഹ്മാനെ. ഉമ്മക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ഭാര്യ മക്കളിൽ സന്തോഷം നൽകണം റഹ്മാനെ. മഈഷത്തിന്റെ വഴികളിൽ ബറക്കത്ത് നൽകണം റഹ്മാനെ. ഹജ്ജും സിയാറത്തിന് തൗഫീഖ് നൽകണം റഹ്മാനെ. മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തേറ്റി ഞങ്ങളെ കാണാനുള്ള സൗഭാഗ്യം നൽകണം റഹ്മാനെ. ബിശ്റഫിൽ മുസ്തഫ മുഹമ്മദിൻ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഇനി ആരാണ്? 15 ആളായി മാഷാ അല്ലാ അല്ലേ? 15 ഇനി ആരുണ്ടോ? ഒരു 6000 ഉറുപ്പിക കൊടുക്കാൻ പറ്റുന്നയാൾ? അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആരുണ്ടോ? ഇല്ലെങ്കിൽ വേഗം നിർത്താം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 15 സമയമായിപ്പോയി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി എല്ലാവർക്കും കഴിയുന്ന ചോദിക്കാം. നല്ലത് അല്ലേ? എല്ലാവർക്കും കഴിയുന്ന ചോദിക്കാം. അള്ളാഹു ബർക്കത്താക്കി തരട്ടെ. 1000 ഉറുപ്പിക കൊടുക്കാൻ പറ്റുന്ന കുറേ ആളുണ്ടാവും. 1000 ഉറുപ്പിക കൊടുക്കാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും 1000 ഉറുപ്പിക കൊടുക്കാൻ പറ്റില്ലേ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. 1000 ഉറുപ്പിക കൊടുക്കാൻ പറ്റുന്ന ആൾ ആരുണ്ടാകുക? പെണ്ണുങ്ങൾ കുറേ ഉണ്ട്. നിങ്ങളെ പേരെന്താ? മുഹമ്മദ് കുഞ്ഞി സാഹിബിന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. വലിയ ബർക്കത്ത്. ഉമ്മ വാപ്പമാരുണ്ടോ? ഉമ്മ വാപ്പമാർക്ക് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ല. ഭാര്യ മക്കളിൽ ഖൈർ നൽകണേ അല്ല. 1000 ഉറുപ്പിക കൊടുക്കാൻ പറ്റുന്ന ആളാരാണ്? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളെ കൂട്ടത്തിൽ 1000 കൊടുക്കാൻ പറ്റുന്ന ആള് അള്ളാഹു സ്വീകരിക്കട്ടെ. അബ്ദുൽ ലത്തീഫ്. അള്ളാഹുവേ ബർക്കത്ത് കൊടുക്കണം റഹ്മാനെ. ഖൈർ കൊടുക്കണം റഹ്മാനെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. ഇനി ആരാണ് 1000 ഉറുപ്പിക കൊടുക്കാൻ പറ്റുന്ന ആൾ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. വേഗം പറയാം. അള്ളാഹു സ്വീകരിക്കട്ടെ. പെണ്ണുങ്ങൾ ആരും പറഞ്ഞില്ല, നാളെ തങ്ങളോട് പറയാനായിരിക്കും. ആ കുഞ്ഞിനെ എടുത്ത് കിടക്കണം. നിൽക്കണേ. ഓരോ പേരെന്താ? അബൂബക്കർ സിദ്ദീഖ്. മാഷാ അല്ലാ. ആ കുട്ടിങ്ങളെ കുട്ടിയല്ലേ? അല്ലാ സന്തോഷം കൊടുക്കണം റഹ്മാനെ. അല്ലാ കുഞ്ഞിനെ എടുത്തിട്ട് വേദന ഇരുന്നതാണ്. ഖുർറത്ത് ഐനായ കുട്ടിയാക്കി കൊടുക്കണം റഹ്മാനെ. ഖുർആൻ പറഞ്ഞ വജഅൽന ഖുർറത്ത് ഐനായ മോനായി കൊടുക്കണേ അല്ലാ. മകളായി കൊടുക്കണം. അവരുടെ മകനോ മകളോ? മകൾ. ഈ കുട്ടി ഏതാന്ന് വെച്ച്? 2 കുട്ടിയുണ്ടാ? മാഷാ അല്ലാഹ്. മതി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. മകനും മകളും അള്ളാഹു നല്ല ബർക്കത്തുള്ള റാഹത്തുള്ള മക്കളാക്കി കൊടുക്കണേ അല്ലാ. കുടുംബത്തിന് മരിച്ചവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. നോക്ക്. ഇനി ആരാ? വേഗം പറയണം, സമയം പെയ്ത്. നിങ്ങൾക്കെല്ലാം ഇവിടെ പോയി ഉറങ്ങി. എനിക്കൊരുപാട് ഉങ്ങത്തണം. അല്ലാ സുബിയാവും വീട്ടിലെത്താൻ. ഫാറൂഖ് 5000. എത്ര? 5000. മാഷാ അല്ലാ. ഇന്നിഗോലി. നാട്ടിൻ്റെ പേരാ? അള്ളാഹു ബർക്ക്. നിങ്ങളുടെ നാട്ടിൻ്റെ പേര് കൃത്യം കിട്ടാത്തതുകൊണ്ടെങ്കിൽ പ്രൊണൗൺസിയേഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടണേ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു എന്ന് സ്വീകരിക്കണം റഹ്മാനെ. ഖൈർ നൽകണം റഹ്മാനെ. ബർക്കത്ത് നൽകണം റഹ്മാനെ. നീ വലിയ സന്തോഷം. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അള്ളാഹ്. 5000 രൂപ. മാഷാ അള്ളാഹ്. ഇനി ആരാ കൊടുക്കാൻ പറ്റുന്നത്? നിങ്ങൾ കയ്യിൽ നിന്ന് പറഞ്ഞോ 5000. ഞാൻ 1000 ചോദിച്ചെങ്കിൽ വിഷമമുണ്ട. 1000, 2000, 3000, 5000 എത്രയും പറ്റുന്നത്? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. വേഗം നോക്ക്. ആരുണ്ടോ? വേഗം പെട്ടെന്ന്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇത് നമുക്ക് പൂർത്തിയാക്കണം. ഇതിങ്ങനെ നിന്നൂടാ. നിങ്ങൾ കാണുന്നില്ലേ ആ വീട്ടിൻ്റെ അവസ്ഥ? അപ്പോൾ അതുകൊണ്ട് വേഗം പണി കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് മാറ്റണം. ഉസ്താദുമാർ നല്ല റാഹത്തിൽ ഒരു ഉസ്താദുമാരെ ഇജ്ജത്ത് താമസിക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അള്ളാഹുവെ സ്വീകരിക്കണം റഹ്മാനെ. എല്ലാവർക്കും സ്വർഗത്തിൽ വീട് കൊടുക്കണം റഹ്മാനെ. ദുനിയാവിൽ വീടില്ലാത്തവരുണ്ടോ? അവർക്ക് വീട് കൊടുക്കണം റഹ്മാനെ. യാക്കൂബ് 1500. അള്ളാഹുവെ ബർക്കത്ത് കൊടുക്കണം റഹ്മാനെ. ഖൈർ കൊടുക്കണം റഹ്മാനെ. സന്തോഷം എന്തുദ്ദേശം ഉണ്ടെങ്കിലും പൂർത്തീകരിച്ച് കൊടുക്കണം റഹ്മാനെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അള്ളാഹ്. ഇനി ആരാ? പറയാൻ പറ്റുന്ന ആളാരാ ഉണ്ടോ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി നിങ്ങളോട് ഞാൻ പറയാം, നാളെ തങ്ങൾ വരില്ലേ? നാളെ തങ്ങൾ വേദുണ്ടോ? വേദണ്ട? അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ നല്ല പൈസ കൊടുക്കണം തങ്ങൾക്ക്. ഇന്ന് കൊടുത്താക്കും നാളെ കൊടുക്കാവുന്നതാണ് അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ തങ്ങൾ വരുമ്പോൾ ഉസ്താദിൻ്റെ ദുആ കണക്കല്ലല്ലോ തങ്ങളെ ദുആ. ഇതെന്താ? പെങ്ങളോ? പെങ്ങള് മരിച്ചുപോയവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. മാഷാ അല്ലാഹ്. നമ്മുടെ ഹുസൈൻ സാഹിബിൻ്റെ പെങ്ങള് നല്ല ചെറിയ 2 മോതിരം. മാഷാ അല്ലാഹ്. പൊന്നിനെല്ലാം എന്താ വില എന്നറിയോ? പൊന്ന് ചോദിക്കുമ്പോൾ പെണ്ണുങ്ങൾ പറയും ചെവി നിങ്ങൾ കൊണ്ടേക്കോ, അലിക്കത്തിങ്ങ് തന്നേന്ന് പറയും. വിരൽ നിങ്ങൾ കൊണ്ടേക്കോ, മോതിരം ഇങ്ങ് എന്നേ അറിയും. അങ്ങനത്തെ കാലം. അത്ര പൈസയാ പൊന്നിന്.
അപ്പോൾ അതുകൊണ്ട് 2 സ്വർണം മാഷാ അല്ലാഹ് പ്രസിഡന്റിന്റെ കയ്യിലിക്കട്ടെ. അള്ളാഹുവേ, അവരുടെ സഹോദരിക്ക് നീ സ്വർഗത്തിൽ സ്വർണമിടാൻ ഭാഗ്യം നൽകണം റഹ്മാനെ. ജന്നത്തുൽ ഫിർദൗസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ കൂടെ, മുത്തുനബിൻ്റെ മക്കളെ കൂടെ സല്ലല്ലാഹു അലൈഹി റസൂലല്ലാഹ് അഹ്ലു ബൈത്തിലെ മഹദിമാരുടെ കൂടെ ആ സഹോദരിക്കും നീ ചാൻസ് കൊടുക്കണം റഹ്മാനെ. സ്വർഗത്തിൽ സന്തോഷം നൽകണം റഹ്മാനെ. അവരുടെ ലക്ഷ്യം മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യലാണ്. ആ മരണപ്പെട്ടവരെല്ലാം ഭാഗ്യമുള്ളവരാണ്. അവർക്ക് വേണ്ടി സ്വർണം കൊടുത്തിട്ട് സദഖ ചെയ്തിട്ട് ദ്വാരക്കാൻ പറഞ്ഞൊരു കുടുംബത്തെ കിട്ടിയില്ല. അല്ലാഹ് അവർക്കെല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. ഏറ്റെടുക്കണേ അല്ലാഹ്. ഫാറൂഖ് 1000 രൂപ അള്ളാഹുവെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ബാപ്പ മരിച്ചുപോയി, അള്ളാഹുവെ മഗ്ഫിറത്ത് കൊടുക്കണം റഹ്മാനെ. ഖൈറ് കൊടുക്കണം റഹ്മാനെ ഇൻഷാ അല്ലാഹ്. നിങ്ങളെ പേരെന്താ? റഫീഖ്. അള്ളാഹുവെ ബർക്കത്ത് കൊടുക്കണം റഹ്മാനെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. റാഹത്ത്. റഫീഖ് 1000. അള്ളാഹുവെ നിങ്ങൾ എഴുതുന്നില്ലേ? റഫീഖ് 1000. വാടക വീട്ടിലുള്ളതല്ലേ? അള്ളാഹ് നല്ല ഖൈറായ വീട് കൊടുക്കണം റഹ്മാനെ. നീ ഏറ്റെടുക്കണം റഹ്മാനെ. ബർക്കത്ത് ചെയ്യണം റഹ്മാനെ ഇൻഷാ അല്ലാഹ്. നമുക്ക് ദ്വാരക്കല്ലേ? അള്ളാഹു ബർക്കത്ത് ചെയ്യണം. ഇനി ഇൻഷാ നാടൻ ലേലം വിളിക്കാനാ? ഫാറൂഖിന്റെ ഉമ്മക്ക് അള്ളാഹു മഗ്ഫിറത്ത് മരിച്ചവരാ? ഇതാ കൊടുത്തയച്ചാളോ? ഉസ്താദിന്റെ ഉമ്മയാണ്. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. 1000 രൂപ ഫാറൂഖ്. അള്ളാഹുവെ ബർക്കത്ത് കൊടുക്കണം റഹ്മാനെ. ഖൈറ് കൊടുക്കണം റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതൊരു തേനാണ്. ഇത് സംഭാവന ചെയ്ത ഉമ്മക്ക് അള്ളാഹു, സംഭാവന ചെയ്തവർക്ക് അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ഒരു ഉമ്മൻ്റെ പേരിലാണ് ആ ഉമ്മക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. വലിയ സന്തോഷം അള്ളാഹു നൽകട്ടെ. ലേലം വിളിക്കാൻ പൊതുവേ ഞാൻ പരാജയമാണ്. അപ്പോൾ അതുകൊണ്ട് എന്നാലും ഒരു ബർക്കത്തിനെ വിളിക്കണം. എനിക്ക് കുറേ സമയം കളയാൻ കഴിയില്ല. നല്ല പൈസക്ക് വിളിക്കണം. നല്ല ശുദ്ധമായ തേനാണെന്നാണ് തന്ന ഉസ്താദ് പറഞ്ഞത്. അപ്പോൾ അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ഖൈറ് നൽകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇത് വീട്ടിലെത്തുന്നവർക്ക് അള്ളാഹു തആല നല്ല രോഗങ്ങൾക്ക് ശിഫയുള്ള ഒരു ശിഫ നിശ്ചയിച്ച് അള്ളാഹു നൽകട്ടെ. എല്ലാ ബർക്കത്തും അള്ളാഹു നൽകട്ടെ. 2000 ഇതിനാ മോനെ? ഇതിനാ തേന് എത്രയാ? 2200 2000 രൂപ. മാഷാ അല്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. 2000 രൂപ അള്ളാഹുവെ ബർക്കത്ത് കൊടുക്കണം റഹ്മാനെ. ഖൈറ് കൊടുക്കണം റഹ്മാനെ. ആമീൻ. ഒരാഫിയത്ത് പോരാ. അള്ളാഹുവെ ബർക്കത്ത് കൊടുക്കണം റഹ്മാനെ. ഖൈറ് കൊടുക്കണം റഹ്മാനെ. ഏത് വീട്ടിലിതെത്തുന്നു ആ വീട്ടിൽ വലിയ ബർക്കത്ത് നൽകണം റഹ്മാനെ. ആ വീട്ടിൽ ക്യാൻസർ കൊണ്ട് പരീക്ഷിക്കരുത് അല്ലാഹ്. ആ വീട്ടുകാരെ ചെറിയ രോഗങ്ങൾ കൊണ്ടുപോലും പരീക്ഷിക്കരുത് അല്ലാഹ്. ആ വീട്ടിൽ നീ ഖൈറ് ബർക്കത്ത് എപ്പോഴും നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. ആ വീട്ടിൽ സന്തോഷമുള്ള സമയങ്ങൾ നൽകണേ അല്ലാഹ്. സങ്കടങ്ങളെ നീ കൊടുത്ത് പരീക്ഷിക്കരുത് അല്ലാഹ്. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ. 2000 ഉറുപ്പ്യ വിളിച്ചോളൂ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നേരത്തെ 12000 പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ ഇത് തേനിന് വേണ്ടി വിളിക്കല്ല, ബർക്കത്തിന് വേണ്ടി വിളിക്കുകയാണ്. ബിസ്മില്ലാ. നോക്ക്. പിന്നെ ചെറിയ വിലയുള്ള സാധനം വലിയ വില കൊടുത്തിട്ട് ലേലം വിളിച്ചെടുത്താൽ അത് ഖഫിയായ സ്വതക്കയിൽ പെടുമെന്നാണ് ഫിഖ്. അപ്പോൾ അതുകൊണ്ട് ഖഫിയായ സ്വതക്ക എന്നല്ലായാലും വലത്തേ കൈ കൊടുത്തത് ഇടത്തേ കൈ അറിയാത്ത സ്വതക്ക അർഷിൻ്റെ തണൽ കിട്ടുന്ന സ്വതക്ക എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതിൽ പെടും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉസ്താദിൻ്റെ ഭാര്യ 3000 ഉറുപ്പ്യ വിളിച്ചിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. അള്ളാഹു ഖൈറ് നൽകട്ടെ. ഇങ്ങനത്തെ ഭാര്യമാരെ കിട്ടിയാൽ ഉസ്താദന്മാരടക്കം എല്ലാവരും രക്ഷപ്പെട്ടു. അള്ളാഹ് നല്ല ഭാര്യ അള്ളാഹു തആല ബർക്കത്ത് കൊടുക്കട്ടെ. വലിയ സന്തോഷം അള്ളാഹു കൊടുക്കട്ടെ. വലിയ നിഅമത്ത് ചെയ്യണം റഹ്മാനെ. നല്ല കുടുംബജീവിതം നൽകണം റഹ്മാനെ. ഉസ്താദിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ മരിച്ചിട്ടുണ്ട്, ഖബർ സ്വർഗമാക്കണം റഹ്മാനെ. ഉമ്മ മരിച്ചിട്ടുണ്ട്, ഖബർ സ്വർഗമാക്കണം റഹ്മാനെ. ജ്യേഷ്ഠൻ്റെ കുട്ടി മരിച്ചിട്ടുണ്ടല്ലേ? അള്ളാഹ് മഗ്ഫിറത്ത് കൊടുക്കണം റഹ്മാനെ. ഉപ്പയും മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവെ മഗ്ഫിറത്ത് കൊടുക്കണം റഹ്മാനെ. ഉസ്താദിനും കുടുംബത്തിനുമെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ പൊരുത്തത്തിൽ നൽകണം റഹ്മാനെ. ഈ പരിപാടിക്ക് വേണ്ടി നേരത്തെ സ്വാഗതം പറഞ്ഞ് സദർ ഉസ്താദ് പറഞ്ഞു നല്ലോണം ഉസ്താദ് അധ്വാനിച്ചിട്ടുണ്ടെന്ന്. 3 വർഷമായി മാഷാ അല്ലാഹ്. ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാൻ ഭാഗ്യം കൊടുക്കണം റഹ്മാനെ. മഈഷത്തിൻ്റെയും ദഅവത്തിൻ്റെയും വഴിയിൽ വലിയ ഹല്ല് നൽകണം റഹ്മാനെ. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ. ഉസ്താദ് വിളിച്ചു എന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് വിളിക്കാതിരിക്കാൻ യാതൊരു ചാൻസും ഇല്ല. ചില ആളുകൾ ഉസ്താദ് വിളിച്ച് അത് കേടാ പോകണം, അങ്ങനൊന്നുമില്ല, അത് കേടൊന്നുമില്ല. എങ്ങും വിളിച്ചോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ.
ഉസ്താദ് വിളിച്ചെങ്കിൽ നിങ്ങൾ പറഞ്ഞ് വിളിച്ചിട്ടെങ്കിലും കൊടുക്കുമെന്നല്ലാതെ ഉസ്താദ് വിളിച്ചത് നിങ്ങൾ വിളിച്ചിട്ട് പ്രശ്നമില്ലല്ലോ. ഇല്ല, ചില ആൾ ഉസ്താദ്മാർ വിളിച്ചിട്ടില്ല. അതുകൊണ്ടാ നിങ്ങൾ വിളിച്ചോ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരെങ്കിലും വിളിക്കണ്ട വിളിക്കാം. ബിസ്മില്ല. 3000 രൂപ, 3000, 4000 രൂപ. മാഷാ അല്ലാഹ്. അള്ളാഹുവേ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, അള്ളാഹുവേ ഖൈർ നൽകണം റഹ്മാൻ. ഈ ലേലം വിളിച്ച ഒരു ഗുണമുണ്ട്, പൈസ കൊടുക്കും.